അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. തീപ്പട്ടികൾ തെളിയിച്ചു കൊള്ളാം, എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. തീവട്ടികൾ തെളിയിച്ചു കൊള്ളാം, എണ്ണ പാത്രം കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ മാറിപ്പോവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ മാറിപ്പോവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ക്രിസ്തുവീരനുടന്നു ശോഭിപ്പാൻ ശക്തിയായൊരു വേല ചെയ്യുവാൻ. ക്രിസ്തുവീരനുടന്നു ശോഭിപ്പാൻ ശക്തിയായൊരു വേല ചെയ്യുവാൻ. കക്ഷിത്വം ഇടിച്ചു കളയാം, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. കക്ഷിത്വം ഇടിച്ചു കളയാം, സ്നേഹത്താൽ ഒന്നിക്കാം, വിശ്വാസം കൂടട്ടെ, മേലും ധൈര്യം നൽകട്ടെ. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറിയോടുന്നു, ഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിടാം. രാജ്യം രാജ്യങ്ങളോടടുത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ
വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ അവൻ കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ടു താഴ്വരയിലല്ലയോ ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരു നീട ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരു നീട വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവനായിരുന്നേ ഒരു മീനാം ജനം പേടിച്ചു നിർജീവനായിരുന്നേ ഒരു മീനാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല ബുദ്ധിമാന്മാർ പല വീണിടുന്നേ ദൈവശക്തിന്റെ ജയിച്ചവരോടിടുന്നേ ബുദ്ധിമാന്മാർ പല വീണിടുന്നേ ദൈവശക്തിന്റെ ജയിച്ചവരോടിടുന്നേ ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാ ഒരു മീരാം ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാ ഒരു മീരാമൻ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവനായിരുന്നേ ഒരു വീടാം ജനം പേടിച്ചു നിർജീവനായിരുന്നേ ഒരു വീടാമെ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല മേഘാരുടനായി വന്നിടുമേ 10,000 പേരുകളിൽ സുന്ദരത്താൻ മേഘാരുടനായി വന്നിടുമേ 10,000 പേരുകളിൽ സുന്ദരത്താൻ തന്റെ കോമേള രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരു മീനാം തന്റെ കോമേള രൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരു മീനാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല മാലിന്യം പെട്ടിടാനോടിടുവാൻ മണവാളൻ വരാവേറ്റമടുത്തുപോയി അവൻ മാലിന്യം പെട്ടിടാനോടിടുവാൻ മണവാളൻ വരാവേറ്റമടുത്തുപോയി മണിയാറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരു മീനാം മണിയാറയിൽ പോയി നാം ആശ്വസിപ്പാൻ ഒരു മീനാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല ബുദ്ധിമാന്മാർ പല വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ ബുദ്ധിമാന്മാർ പല വീണിടുന്നേ ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാ ഒരു മീനാം ലോകമോഹങ്ങൾക്ക് അധീനരായി തീരുന്നതാ ഒരു മീനാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം
പ്രിയൻ വരുവാനിൽ താമസമേറില്ല. യുദ്ധങ്ങൾ, ശാപങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിരുന്നു. യുദ്ധങ്ങൾ, ശാപങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിരുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ 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 വാഗ്ദത്തങ്ങൾ പലതും നിറവേറും. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ പലതും നിറവേറും. നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം കർത്താവേ. പല വാഗ്ദത്തങ്ങൾ കർത്താവേ കർത്താവേ ഈ അന്ത്യകാലത്തിൽ കർത്താവേ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള കൃപ തരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവേ ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ ഓരോ ദിവസവും നടത്തുവാനാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ശകലവരവ ഞങ്ങൾ ഓരോ ദിവസം അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പെരുമാറാണ് കർത്താവേ. ഞങ്ങൾ നിൽക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഈ കാലം അന്ത്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ കർത്താവേ ഓരോ ദിവസം കർത്താവേ ചെത്തികൾ കർത്താവേ ഉഷവിന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവേ ഏൽപ്പിച്ചു തരുവാൻ സമർപ്പിക്കുന്നു കർത്താവേ. യേശുവേ അങ്ങേക്ക് ആരാധന. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ശബലബല ഹദ്ദനാരക ഓ രഖാലവ ഹദ്ദനാരകേരവരവ ശബ്ദേ കർത്താവേ പ്രശ്നത്തിൽ കൂടെ തന്നെ കടന്നുപോയാണ് കർത്താവേ. സാന്നിധ്യമായി വിടുവിക്കുവാനുള്ള കർത്താവേ. രോഗാവസ്ഥയിലായിരിക്കുന്ന ജനത്തിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിടുതലയച്ചു അദ്ദേഹത്തെ ഈ സമയം തന്നെ കർത്താവേ അവർ ജീവിതത്തിന് വേണ്ടി രോഗശാന്തി കൊണ്ടുപോകാൻ സഹായിക്കുന്നവരാണ്. We give you glory, Lord. Hallelujah. കർത്താവേ ഞങ്ങൾ നിത്യനായി സ്തോത്രം കർത്താവേ. യേശുവേ അങ്ങേക്ക് ആരാധന കരയറ്റുന്നു. മുഴുവൻ മഹത്വം കഴിച്ചു കർത്താവേ. ആരാധനയ്ക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ. ഹല്ലേലൂയ. യേശുവേ ആമേൻ ആമേൻ. ഹല്ലേലൂയ. നന്ദി നന്ദി യേശുവപ്പാ. We worship you, Lord. Amen, amen, hallelujah, hallelujah. We give you praise, hallelujah. Thank you, Jesus, hallelujah. Amen, hallelujah. Praise the Lord, hallelujah. സ്തോത്രം. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാം ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായി പോവുകയാണ്. മാവേലിക്കരയിൽ നിന്നും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് ചാക്കോ അവറുകൾ ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മളുടെ ആരാധനയിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായി പോവുകയാണ്. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ പ്രാവശ്യവും കർത്താവിൻ്റെ ദാസൻ നമ്മളുടെ ഇടയിൽ ശുശ്രൂഷിച്ചത് സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഇന്നും വളരെ പ്രതീക്ഷയോടുകൂടെ സഭയായി ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി. പ്രൈസ് ലോർഡ്.
നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ കാലഘട്ടം വളരെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഭയൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ സംഭവങ്ങൾ അതിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മുടെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വാതിൽക്കൽ വന്നുകൊണ്ട് മുട്ടുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധ്യമായി തീരണം. സഭാ കാലയളവ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രാവചനികമായി ഇത് ലവോദിക്യ സഭയുടെ കാലഘട്ടമാണ്. ലവോദിക്യ സഭയ്ക്ക് ദൈവത്തിൻ്റെ ദൂതൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ശീതോഷ്ണാവസ്ഥയിലിരിക്കുന്ന, അന്ധരായിരിക്കുന്ന, പ്രൈസ് ലോർഡ്, ദാരിദ്ര്യത്തിലിരിക്കുന്ന സഭയോട്, അവർ ഭൗതികമായി എല്ലാം ഉണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യവും അന്ധതയും ശീതോഷ്ണാവസ്ഥയും അവരുടെ ആത്മീയ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ആ വേളയിൽ ദൈവത്തിൻ്റെ വചനം അവരോട് പറയുന്നത് എങ്ങനെയാണ്: ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ആത്മീയ അത്താഴം ഒരുക്കുവാൻ പോവുകയാണ്. കർത്താവിനോടുകൂടെ ഭക്ഷിക്കുവാൻ, കർത്താവിനോടുകൂടെ സ്തോത്രം, ആ ഫെലോഷിപ്പ് അനുഭവിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസൻ തോമസ് ചാക്കോ അവറുകളെ കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്കായി ഈ സമയം ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം. നമ്മുടെ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? പ്രൈസ് ലോർഡ്. കേൾക്കാം. പ്രൈസ് ലോർഡ്. വളരെ സന്തോഷം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യവും കൂടെ ദൈവവചന ശുശ്രൂഷയുമായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ സമയവും തന്നിരിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ബ്ലസ്സൻ പാസ്റ്റർ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ രാജീവ് ചാനുള്ള കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രിയ, നമ്മുടെ വർഷിപ്പിൽ പാടിയതുപോലെ ബുദ്ധിമാന്മാർ പലർ വീഴുകയാണ്. സ്തോത്രം. നമ്മളെക്കാൾ പ്രാപ്തിയുള്ളവർ, യോഗ്യതയുള്ളവർ, മിടുക്കുള്ളവർ വീണുകൊണ്ടിരിക്കുക. അതിൻ്റെ നടുവിൽ ദൈവത്തിന്റെ ശക്തി ത്യജിച്ചോടുന്നവരുടെ നടുവിൽ ദൈവിക ശക്തിയെ മുറുകെ പിടിക്കുവാൻ ഇന്ന് ഈ സമയത്ത് നമ്മളെ തെരഞ്ഞെടുത്തതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ കേട്ടതുപോലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനരാത്രങ്ങൾ കടന്നുപോയി. അതിൻ്റെ അവസാന മീറ്റിംഗിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. പ്രിയ ദൈവദാസൻ ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ഓർപ്പിച്ചതുപോലെ ഉപവാസം അവസാനിക്കുന്നില്ലെങ്കിലും നാം ഈ ഉപവാസത്തിന്റെ അവസാനം ഒരു മീറ്റിംഗിൽ എത്തിയിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും. ഉപവാസാലും പ്രാർത്ഥനാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. കഴിഞ്ഞ പ്രാവശ്യം ശുശ്രൂഷിച്ച ആ ദൈവവചനത്തിന്റെ തുടർച്ച ശുശ്രൂഷിക്കണമെന്നൊക്കെയും ഞാൻ അതിയായി ആഗ്രഹിച്ചുവെങ്കിലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എന്നെ കൂടുതലായി സ്പർശിച്ച ഒരു കൈമാറുവാനാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് സ്തോത്രഹേമിക്കുന്നത്. ഞാൻ ഇന്ത്യയിലായോണ്ട് ഇന്ന് രാത്രി എന്ന് വരുന്നത്, ആ രാത്രി വരുന്നത് നിങ്ങൾ അങ്ങ് രാവിലെ ആക്കിയാൽ മതി. സ്തോത്രം. രാത്രിയും രാവിലെ എല്ലാം നമുക്ക് ഒരുപോലെ ആണെന്നില്ല. കർത്താവിനെ സ്തോത്രം ചെയ്യും. വളരെ വലിയൊരു പ്രസംഗമൊന്നുമല്ല, വളരെ ലളിതമായ ചില കൈമാറാൻ പോകും. എന്നാൽ ലളിതമെങ്കിലും, വാക്കുകൾ കൊണ്ട് ലളിതമെങ്കിലും ജീവിതം കൊണ്ട് വലിയ അർത്ഥത്തിലേക്ക് വരത്തക്ക നിലയിൽ യേശു ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ഒരു വലിയ ക്രമീകരണമാണ്, ഒരു പരിശോധനയാണ് ഇന്ന് പകലിൽ നടക്കാൻ പോകുന്നത്. അതിന് കുറിവാക്യമായി പരിശുദ്ധാത്മാവ് തന്നത് 139 സങ്കീർത്തനം, അതിന്റെ 23, 24 വാക്യം. സ്തോത്രം. 139 സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. അതിന്റെ 23, 24 വാക്യം ഇങ്ങനെ പറയാം: ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഒരു ഭക്തന്റെ നിലവിളിയാണ്.
ദാവീദിനെ പോലൊരു ഭക്തൻ ഇങ്ങനെ നിലവിളിക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ല നമ്മുടെ വിഷയം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ സങ്കടം ബോധിപ്പിച്ച് കരയുന്നവർ, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ ഇങ്ങനൊരു പ്രാർത്ഥന, ദൈവമേ എന്നെ ഒന്ന് ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ ദൈവം ഒന്ന് അറിയണം. സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി ഉപവാസത്തിന്റെ അവസാന മീറ്റിംഗിൽ കടന്നു വരുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ഇങ്ങനൊരു വാക്ക് ആത്മാവിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ നീ എന്നെ ഒന്ന് ശോധന ചെയ്യണം. നാട്ടുകാരും വീട്ടുകാരും ബന്ധുമിത്രാദികളും സഭയൊന്നും അല്ല എന്നെ ശോധന ചെയ്യേണ്ടത്. അങ്ങ് എന്നെ ഒന്ന് ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ ഒന്നറിയണം. കാരണം വിശുദ്ധിയാണെങ്കിലും അശുദ്ധിയാണെങ്കിലും സകലതും നിറഞ്ഞിരിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്നാണ് വാക്കുകൾ പുറത്തു വരുന്നത്. ഹൃദയത്തിൽ നിന്നാണ് കാപട്യങ്ങൾ പുറത്തു വരുന്നത്. അകമേ ദേഷ്യം വെച്ചും അകമേ പിറുപിറുത്തും പുറമേ പ്രൈസലോട് പറയുന്നവരാ നമ്മളിൽ പലരും. എന്നാൽ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി എന്നെ ഇന്ന് പകലിൽ ഒന്ന് ശോധന ചെയ്യണമെന്ന്, എന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് എന്റെ ഹൃദയത്തെ അങ്ങൊന്ന് അറിയണം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന കാനഡ നിവാസികളോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയാൻ എന്റെ ഹൃദയം അങ്ങൊന്ന് അറിയണമെന്ന്? പലപ്പോഴും നമ്മള് കപടഭക്തിയുടെ വേഷം ധരിച്ചവരാ. ഞാൻ നിങ്ങളെ ആരെ അല്ല, എന്നെ ഒന്നും അല്ല പറയുന്നത്, സമൂഹത്തെ പറയുക. പലപ്പോഴും കപടഭക്തി, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, പല മേഖലകളിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മുടെ ഹൃദയത്തെ അറിയാൻ ചങ്കുറപ്പോടെ ദൈവത്തോട് പറയാൻ പ്രാഗൽഭ്യമുള്ള എത്ര പേരുണ്ട്? തീർന്നില്ല. അവിടെ അടുത്ത വാക്യം, നീ എന്നെ ഒന്ന് പരീക്ഷിച്ച് എന്റെ നിനവുകളെ ഒന്ന് അറിയണം. അപ്പം ഈ മലയാളം ബൈബിളിൽ ഈ പരീക്ഷ എന്നൊരു വാക്ക് വന്നു വീണു. ദൈവം ആരെയും പരീക്ഷിക്കാറില്ല. പിശാചാണ് പരീക്ഷിക്കുന്നത്. ദൈവം നമ്മളെ പരിശോധിക്കുക ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ആ ഇംഗ്ലീഷ് ബൈബിൾ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയാൽ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സെർച്ച് മീ ആൻഡ് നോ മൈ ഹേർട്ട്. നമ്മള് എന്ത് വിഷയം വന്നാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരാണ് നമ്മൾ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങ് പോവും. ഇനി നമ്മുടെ വായിക്കകത്ത് സാധാരണ പണ്ട് കൊച്ചിലെ ഇവിടെയൊക്കെ നമ്മുടെ, അല്ലെങ്കിൽ ഇപ്പോഴും അറിയാം, എന്തെങ്കിലുമൊക്കെ ചൂടൊക്കെ അല്ല കാലാവസ്ഥ മാറുമ്പോൾ വായൊക്കെ പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് അൾസർ എന്നൊക്കെയാ പലരും പറയുന്നത്. ഈ സാധനം ഗൂഗിളിൽ സെർച്ച് ചെയ്ത അവസാനം അത് ക്യാൻസർ ആയിട്ട് നമ്മളങ്ങ് അൾസർ ക്യാൻസർ ആക്കും നമ്മൾ. കാരണം സെർച്ച് ചെയ്ത് പോയാൽ അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും. കാരണം ഇത് ക്യാൻസറിന്റെ വേറൊരു ലെവലാന്നൊക്കെ പറഞ്ഞ് പിന്നെ തീർന്നില്ല, അറിയാമല്ലോ. ബാക്കി പിന്നെ കാര്യം ഞാൻ പറയണ്ടായി. പിന്നെ അതിന്റെ പുറകിലാണ് നമ്മൾ. ഒത്തിരി സെർച്ച് ചെയ്യുന്നവരാ നമ്മൾ. എന്നാൽ ഇന്ന് രാത്രി ഗൂഗിളിലെ സെർച്ച് അല്ല, സ്വർഗത്തിലെ തമ്പുരാൻ എന്നെ ഒന്ന് സെർച്ച് ചെയ്യാൻ പോവാ. പണ്ട് തഞ്ചാവൂർ വില്യംസിനോട്, അദ്ദേഹം എല്ലാ പാട്ടും കാണാതാ പാടുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും പാട്ടുകള് ഇദ്ദേഹം എങ്ങനെയാ പാടുന്നത്, താങ്കൾ എങ്ങനെയാ പാടുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാം എന്റെ ഹാർഡ് ഡിസ്കിലുണ്ടെന്നോ. പെട്ടെന്ന് കേൾക്കുന്നതിന് ഹാർഡ് ഡിസ്ക് എന്നാകുന്നു. പുള്ളി പറഞ്ഞ് എന്റെ ഹൃദയമാകുന്ന ഡിസ്കിലുണ്ടെന്ന്, ഹാർട്ട് ഡിസ്കിലുണ്ട് ഇതെല്ലാം. ദൈവം എന്നെ വിടുവിച്ച നിമിഷം മുതൽ അന്ന് മുതൽ ദൈവത്തിന് വേണ്ടി ഞാൻ പാടുക. ആ പാട്ട് നോക്കി പാടേണ്ട കാര്യമില്ല, എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാ. അപ്പോൾ നമ്മുടെ എല്ലാ ഹൃദയത്തെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ ദൈവം ഒന്ന് സെർച്ച് ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, അല്ലേ? ആരും വീഡിയോ ഓഫ് ചെയ്ത് പോകരുതേ. ഞാനല്ല സെർച്ച് ചെയ്യുന്ന, ദൈവം ആ സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ സൂമിനകത്ത് നിങ്ങളുടെ സെർച്ചിങ് റിസൾട്ട് വരത്തില്ല. സ്തോത്രം. ശ്രദ്ധിച്ച്, സ്വർഗത്തിലെ തമ്പുരാനാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് ഉറപ്പ് വേണം, എന്നെ ഒന്ന് സെർച്ച് ചെയ്യും. അങ്ങനല്ല ഇംഗ്ലീഷ് ബൈബിളിൽ സെർച്ച് മീ ആൻഡ് നോ മൈ ഹേർട്ട്. അടുത്ത വാക്യം പറയുന്നത് ടെംപ്റ്റ് മീ എന്നല്ല, ടെസ്റ്റ് മീ ആൻഡ് നോ മൈ ആൻഷ്യസ് തോട്ട്സ്. എന്നെ പരിശോധിച്ച് എന്റെ നിനവുകളെ ഒന്നറിയണം. സ്തോത്രം. പരീക്ഷിക്കുന്നത് പിശാചിന്റെ പണിയാണ്, പരിശോധന ദൈവം തരുന്നു.
ഇതിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞോന്ന് അറിയത്തില്ല, ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന പ്രക്രിയയാണ്. എനിക്ക് രാജീവ് ചാന സ്ക്രീനിൽ കാണാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയും പരിശോധനയും പറഞ്ഞായിരുന്നു. ഇല്ല ഇല്ലെന്ന് തോന്നുന്നു. എന്നാ ഭാഷ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ ഇനി 2 മാസം മുമ്പ് പ്രവർത്തിച്ചു. എന്നാ ചോദിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ തമാശ പറഞ്ഞു. ഇവിടെ പരീക്ഷിക്കുന്നത് പിശാചാണെങ്കിൽ പിശാചിന്റെ പരീക്ഷണം നടക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശോധന നടക്കും. നിങ്ങൾ സമ്മതിക്കത്തില്ല എങ്കിലും 2 ഉദാഹരണം പറഞ്ഞ വിഷയത്തിൽ വരാം. ആത്മാവ് പ്രേരിപ്പിക്കണം കയറുക. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കൊണ്ടിടുക എന്നുള്ളത് പിശാചിന്റെ പരീക്ഷണം, ശരിയല്ലേ? ദൈവം ഒരു സാഡിസ്റ്റ് ഒന്നുമല്ല അദ്ദേഹം സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദാനിയേലിനെ കൊണ്ടിടാൻ. പക്ഷെ പിശാച് പറഞ്ഞു നിന്നെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിടും. അപ്പൊ ദൈവം പറഞ്ഞു ഞാൻ ഇനി ഇവന്റെ വിശ്വസ്തത ഒന്ന് പരിശോധിക്കാൻ പോവാം. സിംഹം എന്ന് കേട്ടാൽ ഇനി എത്ര അന്യഭാഷ പറയുന്നവനും ഒന്ന് പുറകോട്ട് വലിയും. സ്തോത്രം. കാരണം ഇപ്പൊ പറയാ ഷൈനിമാമെ നാളെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇടുമെന്ന് പറഞ്ഞാൽ ഇതും വിടും, പ്രസ്ഥാനവും വിടും, എല്ലാം വിട്ട് ഒരൊറ്റ ഓട്ടം വിടും. ഞാനും കാണും കൂടെ. സ്തോത്രം. കാരണം ഞങ്ങൾക്ക് ഈ സിംഹത്തിന്റെ ഗുഹയും സിംഹവും എന്തിന് ട്രിവാൻഡ്രം സൂവിൽ പോയാൽ, അല്ല നിങ്ങൾക്ക് അവിടെയുള്ള സൂവിൽ പോയാൽ നമ്മളൊരു കുരങ്ങന് കപ്പലണ്ടി കൊടുക്കുന്നത് പോലോ അല്ലെങ്കിൽ മുയലിനെ എടുത്ത് തലോടുന്ന പോലെ ആരും ചെന്ന് സിംഹത്തിന്റെ താടിയെ പിടിച്ചിട്ട് എന്നാ ഉണ്ട് വിശേഷം ചോദിക്കാറില്ല. കാരണം പേടിയുണ്ട്. അപ്പൊ ഇങ്ങനൊരു സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് കൊണ്ട് ദാനിയേലിനെ കൊണ്ടിടുക എന്നുള്ള പിശാചിന്റെ പദ്ധതി. ഇതേ സെയിം ടൈമിൽ ദൈവം പരിശോധിക്കുന്ന ഒന്നുണ്ട്, നിന്റെ വിശ്വസ്തത. ദാനിയേൽ പറയുക എന്റെ രാജാവേ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഈ പരിപാടി ഞാൻ ഇന്നുകൊണ്ട് നിർത്തിയേക്കാം, മേലാൽ ഈ സൂമി വരത്തില്ലെന്നും പറഞ്ഞ് പുള്ളി ഓടിയില്ല. പുള്ളി പറഞ്ഞു നീ എന്നെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിട്ടാലും ഇന്ന് രാത്രിയിൽ സിംഹം എന്നെ വലിച്ചു കീറിയാലും എന്റെ ദൈവത്തിനെതിരായി ഒരു വാക്കുപോലും ഞാൻ ഉച്ചരിക്കുകയില്ല. കണ്ടോ, ദൈവികമായ പരിശോധനയിൽ ജയിച്ച ദാനിയേലിന് മുമ്പിൽ ദൈവിക സാന്നിധ്യം ഇറങ്ങി കടിച്ചു കീറാൻ കൊതിക്കുന്ന സിംഹത്തിന്റെ വായ അടപ്പിച്ചു കളഞ്ഞു. എബ്രായ ബാലന്മാരെ നോക്ക്, ചന്ദ്രകമേശക് അബേദ്നെഗോ. പിശാച് പറഞ്ഞു നിങ്ങളെ തീയിലിടും. പിള്ളേര് പറഞ്ഞു തീയിലൊന്നും ഇടല്ലേ, ഞങ്ങൾ ഇവിടം വിട്ട് പൊക്കോളാം. അങ്ങനെ പറഞ്ഞില്ല. അവര് പറഞ്ഞു നീ തീയിട്ടോ, എത്ര ശക്തി വെള്ളം വർദ്ധിപ്പിച്ചോ തീയുടെ, പക്ഷേ ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്ത് വെന്തുപോയാലും ഞങ്ങൾ എന്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞ നടുവിൽ 4-ാമനായി ഇറങ്ങി വന്നൊരു യേശു. ഇന്ന് എന്നെ കേൾക്കുന്ന വിവിധ ദേശങ്ങളിൽ, പ്രത്യേക കാനഡയിൽ നിന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഒത്തിരി പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾ കാനഡയിൽ അനുഭവിക്കുന്നത് പോലെ ഇന്ന് കേരളത്തിൽ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഏതു നിമിഷവും ആരാധനാലയങ്ങൾ അടഞ്ഞു വരാം. ഇന്നത്തെയും കേസ് എന്ന് പറയുന്നത് 18,000-ന് മുകളിലാണ് ഇന്നത്തെ കോവിഡ് കേസുകൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് വന്ന വാർത്തയാണ്. കർഫ്യൂ ഏർപ്പെടുത്തുന്നു, നിരോധനാജ്ഞകൾ വരുന്നു, അടച്ചിടുന്നു, ലോക്ക്ഡൌൺ വരുന്നു. ആദ്യത്തെക്കാൾ ഡബിളായി പ്രതിസന്ധികൾ വരുന്നു. ഇന്ന് നടുവിൽ വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മളെ മാനിക്കും. കാരണം ഇവിടെ പറയുന്നു ടെസ്റ്റ് മീ, എന്നെ ടെംപ്റ്റ് ചെയ്യണ്ട, എന്നെ ഒന്ന് പരിശോധിച്ച് എന്റെ ആൻഷ്യസ് തോട്ട്സിനെ ഒന്നറിയണം, എന്റെ നിലവുകളെ ഒന്നറിയണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചില മിനിറ്റുകൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഉപവാസത്തിന്റെ അവസാന നിമിഷങ്ങളാണല്ലോ. കൈകൊട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒറ്റ ചോദ്യം, ഈ സമയം നിന്റെ പ്രാണനെ സ്വർഗത്തിലെ തമ്പുരാൻ മടക്കി വിളിച്ചാൽ നിത്യതയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് നാം ഉത്തരം നൽകണം. കഴിയുമോ? നമുക്ക് പണം വേണം, അനുഗ്രഹങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷേ എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ വന്നാൽ, അല്ല ഇന്ന് രാത്രിയിൽ എന്റെ പ്രാണനെ അവൻ മടക്കി ചോദിച്ചാൽ എന്റെ ആത്മാവ് എവിടേക്ക് പോകും? ഞാൻ ഉൾപ്പെടെ ബ്ലസൻ പാസ്റ്ററെ മാറ്റി നിർത്താം, രാജീവ് ചാനെ മാറ്റി നിർത്താം, ബാക്കിയുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉൾപ്പെടെ നമുക്ക് എന്നായിരിക്കും മറുപടി? നിത്യതയെ പോകുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പാണ് പാസ്റ്റർ എന്ന് കൈപൊക്കുന്നതിന് മുമ്പ്, ഈ മീറ്റിങ്ങിന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സംസാരിച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്താൽ മതി. മീറ്റിംഗ് 10 മണിക്കാണ് തുടങ്ങിയെങ്കിൽ 8 മണി തൊട്ട് 10 മണി വരെ സംസാരിച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്താൽ മതി. ഇന്നലത്തെ കാര്യം ഒന്നും ഓർക്കണ്ട. നമ്മൾ നിത്യതയെ പോകുമോ?
ഈ ഉപവാസത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ പരിശോധിക്കാൻ പോവുകയാണ്. എന്നെ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഞാൻ എവിടെയാണ്? നിത്യതയുടെ ഹാജർ ബുക്കിൽ എന്റെ സ്ഥാനം എവിടെയാണ്? ലവോദോക്യ സഭയുടെ കാര്യം പറഞ്ഞു. ഉഷ്ണമാനുമല്ല ശീതമാനുമല്ല, 50-50 സ്തോത്രം. കാനഡയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഗൾഫിലായിരുന്നപ്പം ഗൾഫി ബന്ധക്കോസും നാട്ടിൽ മർത്തോമയായിട്ട് ചിലരുണ്ട്. ഗൾഫി ബന്ധക്കോസും നാട്ടിൽ CS ആയിട്ട് ചിലരുണ്ട്. സ്തോത്രം. എനിക്ക് ആ സ്നേഹത്തോടെ വിനയത്തോടെ പറയട്ടെ, കർത്താവ് വായിൽ നിന്ന് ഉമിണ്ണുകളെ നിൽക്കുന്നെങ്കിൽ മർത്തോമയെന്നും CS എന്നും ഓർത്തഡോക്സ് ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലെന്നേ. നിൽക്കുവാണെ അവിടെ നിൽക്കേ, ഇങ്ങോട്ട് വന്ന ഇവിടെ നിന്നോണം. പിന്നെ കാലപ്പയ്ക്ക് കൈവച്ച് തിരിഞ്ഞു നോക്കിയാൽ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഭാഷ ഞാൻ പറയും, 8ന്റെ പണി കിട്ടും, പിന്നെ രക്ഷയില്ല. കാരണം ഇറ്റ്സ് എ സിൻ അഗൈൻസ്റ്റ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെതിരായുള്ള പാപമാണ്. സ്തോത്രം. ആമീൻ. ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം. അത് പരിശോധിക്കണമെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കല്ല ഞാൻ കയറുന്നത്, വേദപുസ്തകത്തിലൂടെ ചില പരിശോധനകളെ നമുക്കൊന്ന് നോക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം, അതിന്റെ 16-ാം അധ്യായം 19-20 വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-20 വാക്യം. അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അവന്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ, ഫെലിസ്തർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഉടനെ അവൻ ഉറക്കമുണർന്ന് യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. നമുക്കിതറിയാം, വളരെ സുപരിചിതമായല്ലേ? സ്തോത്രം. ശിംശോനെ പോലെ ശക്തിയുള്ളൊരു മനുഷ്യൻ, ശിംശോനെ പോലെ അഭിഷേകമുള്ളൊരു മനുഷ്യൻ. പഴയ നിയമവും പുതിയ നിയമ ഭാഷയെ ഞാൻ ഉപയോഗിക്കുന്നു. ഒരു ശക്തിക്കും, ലോകത്തിന്റെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത തരത്തിൽ ശക്തിയുള്ള ശിംശോൻ. പക്ഷെ ഇന്ന് അവന്റെ കിടപ്പ് ദലീമയുടെ മടിയില. അമ്മാമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുക. അമ്മാമ അവനെ ഒതുക്കിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾ വേറൊരു തരത്തിൽ ചിന്തിക്കണ്ട. ഈ അമ്മാമയുടെ സ്ഥാനത്ത് ലോകത്തെ, പണത്തെ, പദവിയെ, പ്രൗഢിയെ, ഞാനെന്ന ഭാവത്തെ, നിങ്ങളെ സ്വഭാവത്തെ, അസൂയത്തെ എല്ലാം ഒന്ന് കൊണ്ടു നിർത്തിക്കിട്ട് സ്തോത്രം, ആ വാക്യം ഒന്ന് വായിച്ചു നോക്ക്. അസൂയ എന്നെ ഒതുക്കി തുടങ്ങി, നിഗളം എന്നെ ഒതുക്കി തുടങ്ങി, അഹങ്കാരം എന്നെ ഒതുക്കി തുടങ്ങി, ഞാൻ എന്ന ഭാവം എന്നെ ഒതുക്കി തുടങ്ങി. അവിടെ പറയുന്നു 19-ാം വാക്യത്തിൽ, അവൾ അവനെ മടിയിൽ ഉറക്കി, ഒരാളെ വിളിപ്പിച്ചു, ജട 7 കളയിച്ചു, അവൾ അവനെ ഒതുക്കി തുടങ്ങി. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ അവിടുത്തെ പകലിൽ ഞാനൊരു ദൂത് കൈമാറാൻ പ്രിയപ്പെട്ടവരെ. എന്നെയും നിന്നെ ആത്മീക മണ്ഡലത്തിൽ ഒതുക്കി കളയുവാൻ, തീർത്തു കളയുവാൻ, ഇനിയൊരു സത്യത്തിലും ആത്മാവിലും ആരാധന വെളിപ്പെടാത്ത തരത്തിൽ ശത്രുവായവൻ എല്ലാ മേഖലകളും അടച്ചു വെച്ച് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകലിൽ ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനം സ്തുതിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ഒരു ലോകത്തിന്റെ ശക്തിക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ലോകത്തിന്റെ ഒരു ദലീലമാർക്കും എന്നെ ഒതുക്കുവാൻ കഴിയില്ല. ലോകത്തിന്റെ ഒരു പ്രതാപത്തിനും എന്നെ ഒതുക്കാൻ കഴിയില്ല. ഈ ഉപവാസത്തിന്റെ ഈ പകലിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നു. ലോകത്തിന്റെ ശക്തി എന്നെ ഒതുക്കാൻ പാടില്ലപ്പ. ദൈവിക ശക്തിയിൽ ഞാൻ ബലപ്പെടും. കരമുയർത്തി ഒരു ആമീൻ പറയാമോ? ഇവിടെ ദലീലയുടെ മടിയിൽ കിടന്ന് സ്തോത്രം, ഹല്ലേലൂയ, ശിംശോൻ കിടക്കുകയാ. ലോകത്തിന്റെ സുഖത്തിനകത്ത് കിടക്കുകയാ. ശിംശോനെ, നിന്നോടൊരു ചോദ്യം. ഒറ്റയടിക്ക് നിന്റെ ശക്തി തീർത്തതാണല്ല. 3 പ്രാവശ്യം നിനക്കൊരു ചാൻസ് തന്നു. ഹല്ലേലൂയ. 4ാം ചാൻസിലാണ് നിന്നെ വെട്ടിക്കളഞ്ഞത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവവൈതലേ, 2018 എന്റെ അപ്പൻ ക്ഷമിച്ചു, 2019 എന്റെ അപ്പൻ ക്ഷമിച്ചു, 2020 എന്റെ അപ്പൻ ക്ഷമിച്ചു, 2021 വെട്ടിക്കളയുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ കുമ്പിട്ട് നെടുമ്പാട് യശയ്യാവിന്റെ അതരത്തിൽ തീക്കല്ല് കൊണ്ട് തൊട്ടതുപോലെ ഇന്ന് പകലിൽ എന്റെ അതരത്തിൽ ഒന്ന് തൊട്ട് ശുദ്ധി വരുത്തണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല.
നമുക്കെല്ലാം ഉണ്ട്. ജീവിത വികാരങ്ങൾ, ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ചിന്തകൾ, എന്ത് എങ്ങനെയെന്ന ചോദ്യങ്ങൾ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള, ഭാവിയെ പറ്റിയുള്ള, പണത്തെ പറ്റിയുള്ള, മുമ്പോട്ടുള്ള പ്രയാണത്തെ പറ്റിയുള്ള. എത്ര നാൾ നമ്മളുണ്ട് ഈ ലോകത്തില്? എത്ര മിനിറ്റുകളുണ്ട്? കേരളത്തിന്റെ വാർത്തകൾ നിങ്ങളുടെ ചെവിയിൽ എത്തുന്നു എന്നാണ് എന്റെ വിശ്വാസം. ചില ദിവസങ്ങൾക്ക് മുമ്പ് കായംകുളത്ത് 15 വയസ്സുകാരനെ നിരുപാധികം കൊലപ്പെടുത്തി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ. നമുക്കുമില്ലേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ? നമുക്കുമില്ലേ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ? രാഷ്ട്രീയ കൊലപാതകമെന്നോ എന്തും പേരിട്ട് നമുക്കതല്ല വിഷയം. ഒരു തലമുറ നഷ്ടപ്പെട്ടതിന്റെ വേദന, അത് എന്റെ വീട്ടിൽ സംഭവിച്ചാൽ എന്ത് സംഭവിച്ചേനെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒത്തിരി ഡിഗ്രികളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും വേദപുസ്തകത്തിനകത്തോട്ട് കുഞ്ഞുങ്ങളെ കയറ്റ്. ഇന്ന് സ്വന്തം വീട്ടിൽ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. തലമുറകളെ നമ്മൾ വീക്ഷിക്കുന്നില്ല. കോരെ നമ്മൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും തലമുറകൾ കണ്ണുമെഴുതി പൊട്ടും തൊട്ട് ഉപ്പും മുളകിന് പുറകിലും സ്തോത്രം മറ്റുള്ള ഉടൻപണത്തിന് പുറകിലും മറ്റുള്ള മേഖലകളിലേക്കൊക്കെ അങ്ങ് സഞ്ചരിക്കുക. കണ്ടാൽ എന്നാ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. ഇതൊന്നും കാണണ്ടാന്ന് ചോദിക്കുമ്പോ ആദ്യം അവൻ തിരിച്ചു ചോദിക്കുന്നത് അപ്പൻ ആദ്യം നിർത്താനാ പറയും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കലും ഒരു കൗൺസിലിങ്ങിന് പോയി ഞാൻ. എൻ്റെ ഒരു സ്വന്തം കുടുംബമായ ഒരു സഭയായതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഈ കൗൺസിലിങ്ങിന് പോയപ്പം അമ്മ ഭയങ്കര കരച്ചില. ആരെ ഓർത്താ? മോനെ ഓർത്ത്. ഈ മോൻ എടുത്തതായി പറയാം എന്നോട്, പാസ്റ്ററേ ഈ അമ്മ ഇപ്പൊ കരയുന്നത് വേറും ഉടായ്പ് കണ്ണീര്. ഇങ്ങനെയാ പറഞ്ഞു, ഉടായ്പ് കണ്ണീരാ. എന്നുവെച്ചാ അതെന്നാടാ? പാസ്റ്റർ ആരോടും പറയാതെ വൈകിട്ട് 6 മണി ഈ വീട്ടിൽ പറഞ്ഞു. ഈ ടിവിയുടെ മുമ്പിൽ ഇരുന്ന അമ്മ കരയുന്നതിന്റെ 7-1 കരച്ചിൽ ഇപ്പൊ വന്നില്ല. ഇനി ഞാൻ എന്നാ കൗൺസിൽ ചെയ്യാൻ അവനെ? നിങ്ങൾ തന്നെ പറഞ്ഞ ഞാൻ എന്നാ കൗൺസിൽ ചെയ്യണ്ടേ? 2 അടിക്കുന്നവന്റെ കൊച്ചിനോട് കള്ളു കുടിക്കലെന്ന് പറഞ്ഞ എങ്ങനെ? എന്നെ ഇതിന്റെ ഒരു നീതി തന്നെ. മാതൃകയില്ല, നശിച്ചു പോവുക. നമ്മുടെ സ്വന്തം ഭവനത്തിൽ മക്കള് ചർച്ച വരുമ്പോഴൊക്കെ ഭയങ്കര വിശുദ്ധിയ. വെള്ളയെ ഇടൂ, ഇട്ടാ മതി. സ്തോത്രം. വെള്ള ഇട്ടോ, ഞങ്ങൾക്കൊന്നും വിഷയമുള്ള കാര്യം. സ്തോത്രം. ഊരിയേ വരൂ, വന്നോ, അത് ഞങ്ങൾക്ക് വിഷയമല്ല. സ്തോത്രം. മുങ്ങിയതാണോ? മുങ്ങിയതാ. ആരാ മുക്കിയത്? വലിയ പുള്ളിയാ മുക്കിയെന്ന് പറഞ്ഞത്. സ്തോത്രം. മുക്കിയവനും കുഴഞ്ഞു, മുങ്ങിയവനും കുഴഞ്ഞു. ശ്രദ്ധിച്ചേ. സ്തോത്രം. എന്നാൽ ബാക്കി ആറോസ് തന്നെ. സ്തോത്രം. ഞാൻ ഒരു കാര്യം, നമ്മുടെ നമ്മുടെ ബ്ലസൻ പാസ്റ്റർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല. കേൾക്കുന്നുണ്ട്. എന്നോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല. ഞാനൊരു കാര്യം അങ്ങ് തുറന്നു പറയാം. ദേഷ്യം തോന്നുന്നില്ല. ഇത് ലൈവ് ആണെങ്കിൽ എനിക്ക് വിഷയമൊന്നും ഉള്ള കാര്യമല്ല. പെട്ടെന്ന് ഏലിയാവ് പറഞ്ഞ പോലെ പെട്ടെന്ന് എന്നെ അങ്ങ് വിളിച്ചാ മതി. എനിക്ക് ഈ ഗുഹയ്ക്കകത്താണെങ്കിൽ ഗുഹയ്ക്കകത്ത്, ഈ ഇസബേലും ഈ ബാലും ഒക്കെ വലിയ വിഷയ. ഞാൻ ഒരു കാര്യം പറയാം. ഇതിന്റെ അകത്ത് കൊച്ചു പിള്ളേരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം തുറന്നങ്ങ് പറയാം. പെന്തക്കോസിലെ പിള്ളാര് കാണുന്നത് പോലെ സിനിമ ഒരു ജാതീയ പിള്ളേരും കാണുന്നു. എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ സിനിമാ കോട്ടയൊന്നുമില്ല. ഞാൻ ഈ പല സ്ഥലങ്ങളിൽ കൗൺസിലിംഗ് പോകും. എടാ, പണ്ടൊക്കെ നമ്മൾ സിനിമ കണ്ടിരുന്ന സമയത്ത് പോസ്റ്റർ കണ്ട് ഒക്കെ നമ്മൾ തിയേറ്ററിൽ പോയി. ഇന്ന് പോസ്റ്റർ ഭിത്തിയിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് പിള്ളേർ കണ്ടു കഴിഞ്ഞെന്നേ. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായെന്നറിയോ? ഈ പലയിടത്തും പോകുമ്പോ ഈ ഉടൻപണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് അവിടെ കിട്ടുമല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല. ദോഷമൊന്നുമില്ല, നല്ല പ്രോഗ്രാം, അറിവ് കിട്ടാനുള്ളൂ. അപ്പൊ ഈ ഉടൻപണത്തില് ഈ ജനറൽ നോളജ് ആയിട്ട് ചോദിക്കുന്ന പല കാര്യത്തിലും പിള്ളേർ ഉത്തരം പറയുന്നു. ഈ പാട്ട് ഏത് ചലച്ചിത്രം ഞാൻ ചോദിച്ചാൽ അന്നേരം ഉത്തരം പറയും. വീണില്ലേ പണി? വിശുദ്ധര, എല്ലാം വിശുദ്ധര. കേൾക്കാറായി കാഹളത്തിന് ഞങ്ങൾ ഇപ്പൊ അങ്ങ് പറക്കുമെന്നൊക്കെയാ പാടുന്ന പിള്ളേർ. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ശ്രദ്ധിക്കണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, തലമുറകൾക്ക് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ ഇവിടെ പറഞ്ഞത്. ശരിയല്ലേ? സ്റ്റക്കായി പോയോ? ക്ലിയർ അല്ലേ? ഇപ്പൊ എല്ലാം ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വാച്ച് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല, ടാബ് കൊടുക്കാൻ പറ്റത്തില്ല, മീൻസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ക്ലാസ് മുഴുവൻ ഇപ്പൊ അതിൻ്റെ അകത്ത്.
പണ്ട് സ്റ്റേജിൽ കയറി മൊബൈൽ കൊടുക്കരുത്, ടാബ് കൊടുക്കരുത്, ടി വി കാണിക്കരുതെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പഠനം തന്നെ ടി വിയില്ല. നമ്മൾ എന്നാ ചെയ്യും? കുഴഞ്ഞു പോയി. സെർച്ച് ചെയ്യണം, സെർച്ച് ചെയ്യണം. ദൈവം നമ്മളെ സെർച്ച് ചെയ്യുന്നു, നമ്മളും സെർച്ച് ചെയ്യണം. ഇവിടെ ശിംശോന് 3 ചാൻസ് കൊടുത്തില്ലേ? ഞാൻ ആ പറഞ്ഞു വന്ന 2018, 19, 20 പോലെയല്ല. 21 ഈ ചെങ്കടലിനെ മറികടക്കണമെങ്കിൽ അസാധാരണമായ വിശുദ്ധിയുടെ ശക്തി ഞാനും നിങ്ങളും പ്രാപിക്കണം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നിങ്ങൾ ചോദിക്കും എന്താ 3 പ്രാവശ്യം വന്ന്? ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 16-ാമത്തെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശിംശോൻ അവളോട് ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകൂ എന്ന് പറഞ്ഞു. ദലീല ചോദിക്കാം മടിയിൽ കിടത്തിട്ട്, എന്റെ പൊന്നെ, നിന്റെ ഈ ശക്തിയുടെ രഹസ്യം എന്നാ? അവൻ പറഞ്ഞു, എന്റെ ഈ ശക്തി പോകണമെങ്കിൽ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിക്കും. ബന്ധിച്ചു നോക്കി, പൊട്ടിച്ചെറിഞ്ഞു. 2018 സ്തോത്രം 7 ഞാണുകൊണ്ട് പല മേഖലകളിലും ശത്രുവായൻ ബന്ധിച്ചപ്പോൾ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട്, അതിലുപരി ദൈവത്തിന്റെ ദയ കൊണ്ട് അത് പൊട്ടിച്ചെറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞു. ഇത് 1-ാമത്തെ പരിശോധന. 2-ാമതിന്റെ 11-ാം വാക്യം വായിക്കുന്നു, അവനവൾ ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ചു പോകുമെന്ന് പറയും. ഒരു പുതിയ കയറുകൊണ്ട്, എവിടെയും പെരുമാറിയിട്ടില്ലാത്തൊരു പുതിയ കയറുകൊണ്ട് എന്നെ ഒന്ന് ബന്ധിക്കണം, അതോടെ ക്ഷയിക്കും. 2019 ശത്രുവായവൻ ആർക്കും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ പുത്തൻ കയറുകൊണ്ട് ബന്ധിച്ച വ്യക്തിയെ തമ്പുരാന്റെ കൃപ കൊണ്ട് അതും പൊട്ടിച്ചറിയാൻ നിനക്ക് കൃപ തന്നു. 3-ാമത് 13-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, ദലീല ശിംശോനോട്, ഇതുവരെ നീ എന്നെ ചതിച്ചെന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്നെ ഏതിനാൽ ബന്ധിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവൻ അവളോട് എന്റെ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവൻ ചെയ്തു. 2020 2020 എന്ന് ഓമന പേര് വിളിച്ച ഇയറിൽ സ്തോത്രം ഹല്ലേലൂയ അടിച്ചുറപ്പിച്ച് ശത്രുവായവൻ ഒതുക്കിയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ കുറ്റി അടിച്ചുറപ്പിച്ചു വെച്ച് അവനോട്, ശിംശോനെ, ഫെലിസ്ത്രീ വരുന്നു എന്ന് പറഞ്ഞു. അവൻ ഉറക്കമടന്ന് നെയ്ത്ത് തടിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്ത് കളഞ്ഞു. തിരിഞ്ഞു നോക്ക, 2021 ഏപ്രിൽ മാസത്തിൽ നിന്ന് 2020 തിരിഞ്ഞു നോക്ക്. 1 വർഷത്തേക്കൊന്ന് പുറകോട്ട് പോ. കുറ്റിയടിച്ച് തീർത്തു എന്ന് വിധി എഴുതിയതല്ലേ? അതിനെ പറിച്ചെടുത്ത ദൈവത്തിന്റെ ദയ എന്റെ മേൽ, എന്റെ കുടുംബത്തിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് ദൂത് പറയാം. ഈ കഴിഞ്ഞ 3 വർഷക്കാലം ഡോക്ടർമാര് പോലും നീ തീർന്നു എന്ന് വിധി എഴുതിയ പലരും ഇതിന്റെ അകത്തുണ്ട്. തീർന്നു പോയി, നാറ്റം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഹല്ലേലൂയ, ഈ 3 വർഷക്കാലം നിന്നെ കൺമണി പോലെ പരിപാലിച്ച്, ഉള്ളങ്കരങ്ങളിൽ വരച്ച്, മാറോട് ചേർത്തണച്ച്, ആ വാത്സല്യത്തോടെ മുഴങ്കാലിൽ വെച്ച് ലാളിച്ച ഒരു തമ്പുരാന്റെ സ്നേഹത്തെ ഇന്ന് പകലൊന്ന് ഓർക്കുന്നത് നല്ലതാ പ്രിയപ്പെട്ടവരെ. 2021 ഏതാണ്ടൊക്കെ തീർന്നു, ഏതാണ്ടൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ അതിശക്തിയോടെ തിരിച്ചടിക്കുക. സ്തോത്രം. 1-ാം കൊറോണ, 2-ാം കൊറോണ, 3-ാം എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ദൂതിന്റെ പിന്നിൽ എന്താണെന്നറിയാവോ മർമ്മമുള്ളത്? ശക്തി എന്തെന്ന് സ്വയം പരിശോധിച്ചറിയാതെ ശക്തി ഉണ്ടെന്ന് ധരിച്ച മനുഷ്യന്റെ പരാജയമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഇന്നും വർഷങ്ങളായി സ്നാനപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച്, അവിടുന്ന് അരമുറി, ഇവിടുന്ന് അരമുറി, പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ഒക്കെ അരമുറിയും പുതിയ മുറിയും ഒക്കെ പിടിച്ചു വെച്ച് അവിടെ ഇവിടെ എന്തേലും കാട്ടിക്കൂട്ടുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളല്ല. ഒറ്റ വാക്യമേ അറിയത്തുള്ളെങ്കിലും അത് അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പോടെ നിൽക്ക്, ലാളിത്യത്തോടെ നിൽക്ക്, എളിമയോടെ നിൽക്ക്, വിനയത്തോടെ നിൽക്ക്. തമ്പുരാൻ വരാറായി. ഒരുങ്ങാമോ? ദൈവിക ശക്തി നമ്മളിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ടോ എന്ന് ആരാ പരിശോധിക്കുന്നത്? എന്നും രാവിലെ ഉറക്കമുള്ള എഴുന്നേക്കും. 3 മണിയോ 4 മണിയോ 5 മണിയോ. കേരളത്തിലെ സ്ഥിതി പറഞ്ഞ 6 മണി കഴിഞ്ഞ് ഇപ്പൊ എല്ലാവരും ഉണരാറുള്ളൂ. ഞാൻ ഈ രാവിലെ നടക്കാനൊക്കെ പോകുമ്പോഴേ, പണ്ട് എന്റെ ചെറുപ്പത്തിൽ
ഈ രാവിലെ ഒരു 5 മണി 6 മണിക്കൊക്കെ പോയ ഒത്തിരി വീടുകളിൽ നിന്ന് പാട്ട് കേൾക്കായിരുന്നു അല്ലേ? അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഇന്നൊക്കെ പാടുകായിരുന്നു. സ്തോത്രം. ഇന്ന് 7:30 ആയാലും പാടുപെട്ട് എഴുന്നേക്കുന്നതല്ലാതെ ഒരു പാട്ട് ഞാൻ കേൾക്കാറില്ല എന്റെ വീട്ടിൽ പോലും. സ്തോത്രം. ഞാൻ നടന്നെഴുതിയിട്ട് വരുമ്പോഴാണ് ഇവിടെ പലരും എഴുന്നേറ്റ് വരുന്നത് തന്നെ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നത് അച്ഛൻ പോയോന്നാ ചോദിച്ചു. അച്ഛൻ പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അത് പോട്ടെ. സ്തോത്രം. നടക്കാൻ പോയെന്നാ ചോദിച്ചു, അങ്ങോട്ട് പോയെന്നല്ല ചോദിച്ചു. ശ്രദ്ധിച്ചേ. അപ്പൊ പാട്ട് പോയി, പ്രാർത്ഥന പോയി. സ്തോത്രം. വെളുപ്പാങ്കാലത്ത് അതിരാവിലെയുള്ള പ്രാർത്ഥനകൾ നിന്നുപോയി. കേരളത്തിന്റെ കാര്യം, കാനഡ നിങ്ങൾ 4 മണിക്ക് പ്രാർത്ഥന ഉള്ളതെന്ന് എനിക്കറിയാം. നിങ്ങൾ 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാന്ന് എനിക്കറിയാം. ഞാൻ ഈ കൊച്ചു കേരളത്തിലെ കാര്യമാണ് പറയും. നിങ്ങൾ അഭിഷേകത്തിന്റെ കൊടുമുടി നിൽക്കുന്നവരാന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഒത്തിരി ഭക്തരാ. സ്തോത്രം. ഞങ്ങൾ ഈ കൊച്ചു കേരളത്തിലെ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ ഒരു മാവേലിക്കര പോലൊരു ചെറിയ സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഷാനിമാമയൊക്കെ ചിരിക്കുന്നത് എന്നാന്ന് അറിയത്തില്ല, എന്റെ കാര്യം ഓർത്തായിരിക്കും. പോട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചേ. ആമേൻ. അപ്പം ഇവിടെ ഇപ്പൊ പാട്ടുമില്ല, പ്രാർത്ഥനയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, രാവിലെ തിരക്കാം. രാവിലെ എല്ലാവരും തിരക്കാം. എവിടെങ്കിലും ഒക്കെ പോണം, എങ്ങനെ പോകണം. ഇനിയിപ്പോ കൊറോണയാണെങ്കിലും മൂക്ക് പൊത്തിയായാലും ചെവി പൊത്തിയായാലും തല പൊത്തിയായാലും എങ്ങനെയും 10 പൈസ ഉണ്ടാക്കും. ആ ലെവലിലേക്ക് മനുഷ്യൻ ഓടുക. മനുഷ്യൻ ഓടി എവിടെ കൊണ്ട് വീട് നമുക്കറിയത്തില്ല. അത് പോട്ടെ. അപ്പൊ പ്രാർത്ഥന. പിന്നെ ഉച്ചയ്ക്ക് പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മളിപ്പം ഈ പഴയതിനേക്കാളിലും ഈ ഫുഡിനോട് നമുക്ക് ഇച്ചിരി പ്രിയം കൂടിയത് കൊണ്ട് അതിന് തിരക്കില്ല. അമ്മമാരും അമ്മച്ചിമാരും ഭാര്യമാരും അതിന്റെ തിരക്കില്ല. കാരണം രാവിലെ ചിലർക്ക് ഓട്സ്, ചിലർക്ക് നൂഡിൽസ്, ചിലർക്ക് ദോശ, ചിലർക്ക് ഉപ്പുമാവ്. ഒരു ഹോട്ടലിലെ പോലെ മെനുവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പ ഒഴുകിയ വേണേ തിന്നണമെന്ന് പറയും. അത് അപ്പച്ചനാതിലും അമ്മച്ചി ആതിലും ചെറുക്കനാതിലും ഭാര്യ ആതിലും പിള്ളേർ കപ്പ ഒഴുകിയ വേണേ മുളക് ഉടച്ച് വേണേ തിന്ന്. അത്രേ ഉള്ളൂ. അല്ല പച്ചവെള്ളം കുടിച്ചിട്ട് വീട്ടിൽ പോക്കോണം. ഉച്ചയ്ക്ക് ചോറും തരും, ശകലം മീൻചാറും തരും, ഒരു ചമ്മന്തിയും തന്ന കൂശാല്. ഇന്ന് പയറ് തോരനും അവിയലും സാമ്പാറും തീയലും മെഴുക്ക് പുരട്ടി, അതിൻ്റെ കൂടെ പപ്പടം പൊള്ളിച്ചു, അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചത് ഇല്ലേ എന്നാ ചോദ്യം. പിന്നെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ KFCയും ബർഗറും അല്ലെങ്കിൽ അതുപോലെ തലങ്ങളൊക്കെ അംഗീകരിച്ചത് കൊണ്ട് 10 മണി 11 മണി ആകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ TV അടയ്ക്കും. അപ്പൊ ഇതെല്ലാം അടച്ച് 11 മണി 12 മണി ആകുമ്പോഴാണ് ഈ ബർഗർ കയറുന്നത്. ബർഗർ ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ചീസുണ്ട്, ലെറ്റൂസിന്റെ ഇലയുണ്ട്. കഴിച്ചില്ല? നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരിക്കും. നിങ്ങൾ കാനഡയിൽ എല്ലാവരും കഞ്ഞിയും പയറും കഴിക്കുന്നുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി അറിയും. ഈ ബർഗർ എന്ന് പറയുന്നത് നോക്കി, ഈ ബർഗർ കഴിച്ച പ്രശ്നമാണെന്നാ പറയുന്നത്. ബണ്ണ് കഴിക്കുന്ന പ്രശ്നമാണോ? അല്ല. ലെറ്റൂസ് കഴിക്കുന്ന പ്രശ്നമാണോ? അല്ല. കിഴങ്ങ് കഴിക്കുന്ന പ്രശ്നമാണോ? അല്ല. നമ്മൾ വീട്ടിൽ എപ്പോഴും പൊട്ടറ്റോ കറിയും പൊട്ടറ്റോ മെഴുക്കുവരട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രോട്ടീൻ കൂടുതലുള്ള ചിക്കന്റെ ഒരു പീസ് വെച്ചാൽ കുഴപ്പമാണോ? ഒരു കുഴപ്പമില്ല. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കഴിക്കും കുഴപ്പമില്ല. ഇതെല്ലാം ഒന്നിച്ചു വെക്കും കഴിക്കുമ്പോൾ എന്നാ പ്രശ്നം എന്നാ പുതിയ തലമുറ ചോദിക്കും. നമുക്കറിയത്തില്ല. ആ ചോദ്യത്തിന് ഉത്തരം നമുക്കില്ല. അത് പോട്ടെ. സ്തോത്രം. ഇതോട് നോക്കിയേ. ഇത് ഇങ്ങനെ 11 മണിയായി 12 മണിയായി. 11 മണിക്ക് അപ്പം വന്ന് കിടന്നുറങ്ങും. ആ സമയം തന്നെ പിള്ളേരും റൂമിൽ കയറുമെന്ന് അതിന്റെ പ്രതീക്ഷ. പിന്നെ ഇവരുടെയൊക്കെ ചെവിയിൽ തണുപ്പ് കിട്ടാതിരിക്കാനായിരിക്കും വള്ളിയില്ലാത്തൊരു സാധനം ഇങ്ങനെ കയറ്റി വെക്കും. പിന്നെ അപ്പം പറയുന്നതും കേൾക്കത്തില്ല, ഒന്നും കേൾക്കത്തില്ല. അവരെന്തൊക്കെയോ കേട്ടോണ്ട് നടക്കുക. എന്തേലും ആട്ടെ. അപ്പൻ ഉറങ്ങി. പിന്നെ പാത്രം എല്ലാം കഴിയും 12 മണിയായപ്പോ അമ്മ വരും. ഒരു ബന്ധമില്ലാതെ എവിടെയൊക്കെയോ കയറി കിടക്കുന്നു. പിള്ളേർ എന്തൊക്കെയോ കണ്ട് കിടന്നുറങ്ങുന്നു. അവസാനം വന്നോടി, വന്നു. എന്നാ പിന്നെ പണ്ട് പറഞ്ഞ ഡയലോഗ് തന്നെ പറയാം. എന്നാ എഴുന്നേക്ക്, കരം കോർക്ക്. പിള്ളേരെന്തേ? പിള്ളേർ ഉറങ്ങി. നല്ല കാര്യം തന്നെ. എന്നാ പിന്നെ പെട്ടെന്ന് നമുക്കങ്ങ് പ്രാർത്ഥിക്കും. എനിക്കങ്ങ് വയ്യാടി എന്നാ പറയുന്നത്. എന്നിട്ട് അങ്ങോട്ട് കയറി പട്ടിലായിരുന്നു. എന്നാ പറയുന്നത്? ദൈവമേ, നീ എല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു എന്നും പറഞ്ഞ് ഒരൊറ്റ പ്രാർത്ഥന കിടന്നു കഴിഞ്ഞു. സ്തോത്രം. ഈ ഒരു ലെവലിലേക്ക് ലോകം പൊക്കോണ്ടിരിക്കും. ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഇച്ചിരി കീറുന്നത്. ക്ഷമിക്കണം. വചനത്തിന്റെ മുഴുവൻ തീർന്നില്ലെങ്കിലും നമുക്കൊന്ന് പരിശോധിക്കാം. സ്വയം ശക്തി ഉണ്ടെന്ന് വിചാരിച്ച ശിംശോനെ 3 പ്രാവശ്യം നീ തകർന്നു പോകാതെ സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ സൂക്ഷിച്ചു. പക്ഷേ 19-20 വാക്യത്തിൽ ദലീലയുടെ മടിയിൽ കിടന്ന ശിംശോൻ എന്താ സംഭവിച്ചെന്നറിയാമോ? സ്തോത്രം. അവിടെ വായിക്കുമ്പോൾ നമുക്കറിയാം. അതിന്റെ 16-17 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്ത് സംഭവിച്ചെന്ന്. ശിംശോനെ 4-ാമത്തെ പ്രാവശ്യം ഇങ്ങനെ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരിവശനായി തീർന്നിട്ട് തന്റെ ഉള്ളം മുഴുവൻ അവളെ അറിയിച്ചു.
3 പ്രാവശ്യം വിടുവിച്ചവനെ, ചെങ്കടലും മറന്ന്, യോർദാനും മറന്ന്, എരിഹോ കോട്ടയം നടന്നു, കഴിഞ്ഞ 3 വർഷം കാനഡയിൽ നിന്നെ പരിപാലിച്ചത് മറന്നു. ഇതാ ലോകത്തിന്റെ മോഹത്തിനും ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ചില മോഹങ്ങളുടെ നടുവിലും കുഴഞ്ഞു വീണവൻ മൊത്തം ലോകത്തിനു മുമ്പിൽ മനസ്സ് തുറന്നു. സ്തോത്രം. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായിരുന്നു. അവന്റെ തുള്ളം മുഴുവൻ അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എന്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥ. നമുക്കറിയാം, ഞാൻ ആ കൂടുതലേക്ക് പോകുന്നില്ല. ദൈവിക ശക്തി ഇപ്പോഴും എന്നിൽ കാണുമെന്നും പറഞ്ഞ് 4ാമത്തെ പ്രാവശ്യവും അവൻ സ്വന്തം ശക്തി മറന്ന് ദൈവിക ശക്തി എന്നിൽ ഉണ്ട് എന്ന് സ്വയം മോഹിച്ച് ഞാനെന്ന ഭാവത്തിൽ മനസ്സ് മുഴുവൻ തകർന്നു. നമുക്കറിയാം, പൂർണ്ണമായി അവൻ തകർന്നു പോയി. കേൾക്കുന്ന ദൈവ പൈതലെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തി, അത്ഭുതകരമായി പരിപാലിച്ചു. അത് എന്റെ നിന്റെയും ഗുണമൊന്നുമല്ല, സ്വർഗത്തിലെ തമ്പുരാന് കരുണ തോന്നിയത് കൊണ്ടാ. പ്രിയ പാസ്റ്റർ പറഞ്ഞല്ലോ, 50-50 നിർത്ത്, ഒന്നിൽ അങ്ങോട്ടങ്ങ് പോ. പണ്ട് പറഞ്ഞതുപോലെ ഈ കയ്യും അടിച്ച് അന്യഭാഷയും പറഞ്ഞ് നരകത്തിൽ പോകല്ലോ. അങ്ങനെ പോകാൻ ഒത്തിരി പരിപാടിയുണ്ട് വേറെ. എല്ലാവർക്കും മനസ്സിലായോ? കയ്യും അടിച്ച് അന്യഭാഷയും പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നരകത്തിൽ പോകരുത്. അങ്ങോട്ട് പോകാനാണെങ്കിൽ ഒത്തിരി പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും. വെറുതെ അന്യഭാഷ പറഞ്ഞ് അങ്ങോട്ട് പോകരുത്. മനസ്സിലായവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. സ്വയം ശക്തി ഉണ്ട് എന്ന് മിഥ്യ തെറ്റിദ്ധരിച്ച് പരാജയപ്പെട്ട ശിംശോൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ പ്രാപിച്ച ശക്തി, ഈ ഉപവാസത്തിൽ പ്രാപിച്ച ശക്തി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയാൽ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ വേഗത്തിൽ പറയാം. 16 ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിക്കുമെന്ന് നമുക്കറിയാം. ഫെലിസ്തരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ശക്തരിൽ ശക്തനായവൻ, ഒരു ലോകത്തിനും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ശക്തിയുള്ള ശിംശോനെ, ഇതാ 4ാമത്തെ പ്രാവശ്യം നീ പരാജയപ്പെട്ടു പോകുക. ശത്രുവായ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നെ കിട്ടിയപ്പോൾ അവൻ ആദ്യം നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ നീ ഒരു ആത്മീക അന്ധനായി പോകും. ഇന്നലെ വരെ ശക്തിയിൽ, ദൈവിക ശക്തിയിൽ സകലതും കീഴടക്കി, നിന്റെ പ്രാർത്ഥനയിൽ പല അത്ഭുതങ്ങളും നടന്നു, നിന്റെ പ്രവൃത്തിയിൽ പല അത്ഭുതങ്ങളും നടന്നു, നിന്റെ നടത്തത്തിൽ പല അത്ഭുതങ്ങൾ നടന്നു. നീ പോലും അറിയാത്ത നന്മയുടെ ഉറവിടങ്ങൾ നിന്റെ ജീവിതത്തിൽ തുറന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിത്യതയോട് അടുക്കുന്ന പ്രിയപ്പെട്ടവരെ, അഭിഷിക്തൻ വിളിച്ചു പറഞ്ഞതുപോലെ അന്ത്യകാലമാണ്, ലക്ഷണങ്ങൾ അത് കാണിക്കുന്നു. ലവോദിക്യ സഭ ഉണര്, ആമിസ്തോത്രമാലെ ചാവാറായ ശേഷിപ്പുകളെ ഉണർന്നുക എന്ന തരത്തിൽ പ്രബോധനം നടത്തിയ സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, ശക്തി ഉണ്ടോ എന്ന് ദിനം പ്രതി പരിശോധിക്കണം. പ്രഭാതത്തിലുണർന്ന് ഫേസ്ബുക്കിലും ട്വിറ്ററിലും വാട്സപ്പിലും അല്ല നിന്റെ ശക്തി ഇരിക്കുന്നത്. ദൈവികമായ ശക്തി നിന്ന് ചോർന്നു പോയോ എന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ രാവിലെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു ദിവസം തുടങ്ങ്. അല്ലെങ്കിൽ നീ ഫെലിസ്ത്യന്റെ കയ്യിൽ പെട്ടുവിടും, ശത്രുവിന്റെ കയ്യിൽ പെട്ടുവിടും. ഒന്ന്, നീ ആത്മീക അന്ധനായി പോകും, നിന്റെ ആത്മീക കണ്ണവൻ കുത്തിപ്പൊട്ടി. അതാണ് ഒന്ന്, ശക്തി പോയാൽ സംഭവിക്കുന്ന ഒന്ന്. 2, ആമിസ്തോത്രം അവിടെ വായിക്കുന്ന 21-ാം വാക്യത്തിൽ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കഴിഞ്ഞ ദിനരാത്രങ്ങളൊക്കെ നമ്മൾ പാടി ആരാധിച്ച സകല ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞു അല്ലേ? ആമിസ്തോത്രം, ഹല്ലേലൂയ. ആമീൻ. ബന്ധിച്ച ശത്രുവിന്റെ സകലതും പൊട്ടിച്ചെറിഞ്ഞ, ആമീൻ, ഞങ്ങളെ കൊണ്ട് സകലതും നടക്കുമെന്ന് അഹങ്കാര ഭാവത്തോടെ വേദികളെ കീഴടക്കി ജീവിത പ്രയാണത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ പോലും മറന്ന്, ദൈവ ഇഷ്ടപ്രകാരം മറന്ന്, ദൈവഹിതപ്രകാരം മറന്ന്, ദൈവ നിശ്ചയപ്രകാരം മറന്ന്, ദൈവ സ്നേഹം മറന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന പൈതലെ, ഇന്ന് രാത്രി നീ മടങ്ങിവ. നീ പൊട്ടിച്ചതിനേക്കാൾ ഇരട്ടി ശക്തിയുള്ള ചങ്ങലയുമായി ആമീൻ നിന്റെ ശക്തി, ദൈവിക ശക്തി ചോർന്നു പോയാൽ ചങ്ങല കൊണ്ട് നീ ബന്ധിക്കപ്പെടും. 1, നീ ആത്മീക കുരുടനായി പോകും. 2, നീ ബന്ധിക്കപ്പെടും. 3, അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമീൻ. കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അടുത്തത് കേട്ടോണം, അവൻ കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. ധാരാ മാവ് പൊടിക്കുന്നറിയോ? ശിംശോനാ. വേദികളെ കീഴടക്കിയവൻ,
ശക്തരിൽ ശക്തനായവൻ, ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്ന ശിംശോൻ ഇന്ന് ശത്രുവിന്റെ അടിമയായി അവന്റെ കാൽക്കീഴിലിരുന്ന് മാവ് കുഴയ്ക്കുകയാണ്. എന്റെ പ്രിയ ദൈവവൈതലേ, സമയം തീർന്നു പോയിട്ടില്ല. ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മിനിറ്റുകളിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നിൽ നീ പ്രാപിച്ച്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നീ പ്രാപിച്ചെടുത്ത അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടല്ലോ, മുഖത്തെ തകർക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, അത് അന്ന് മുതൽ ഇന്ന് വരെ ഒന്ന് പരിശോധിച്ച് ഏതെങ്കിലും മേഖലകളിൽ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നീ ഒന്ന് പരിശോധിക്ക്. അത് ചോർന്നു പോയെങ്കിൽ പിടിച്ചെടുക്ക, മടക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നീ അന്ധനായി മാറും, നീ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടും. 3, നീ അടിമയാകും. ഇതുവരെ നിന്റെ മുമ്പിൽ മുട്ടുമടക്കിയ സകല ശത്രുവിന്റെ മുമ്പിൽ ഇരുന്ന് മാവ് കുഴയ്ക്കുന്ന ഒരു ശിംശോന്റെ ദർശനം. വേഗത്തിൽ ഞാൻ പോകാം, പരിശോധിച്ച് മുന്നേറാം. ശക്തി, സ്വയം ശക്തി ഉണ്ടെന്ന് ധരിച്ച മനുഷ്യൻ പരാജയപ്പെടുന്ന ശിംശോനെ നമ്മൾ കണ്ടു. ശക്തി പോയാൽ എന്ത് സംഭവിക്കുമെന്നും പറഞ്ഞു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ ശക്തിയിൽ നിലനിൽക്കാൻ എന്ത് ചെയ്യണം? ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ശിംശോന്റെ ശക്തി നഷ്ടപ്പെട്ടു, ഞങ്ങൾ അറിഞ്ഞു പാസ്റ്ററെ, പുള്ളി അന്ധന, അതൊക്കെ ശരിയാ. പക്ഷേ ഇതൊന്ന് നിലനിർത്താൻ എന്ത് ചെയ്യണം? 1, വേർപാട് പാലിക്കണം. സത്യത്തിലും ആത്മാവിലും നീ ആരാധിക്കണം. ഏത് പള്ളിയിൽ നിന്റെ പേര് വെട്ടിയാൽ, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, പ്രിയപ്പെട്ടവരെ, അറിഞ്ഞ സത്യത്തിന് വേണ്ടി. കാരണം നമ്മുടെ ജീവിതം ഇവിടെയല്ല, നിത്യതയിൽ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനത്തെ ഒന്ന് ആസ്വദിക്കുവാൻ ആത്മമണാളന്റെ മാറിൽ ചാരിക്കിടക്കുന്ന ഒരു മണവാട്ടിയായി മാറണമെങ്കിൽ നാം വേർപാട് പാലിക്കണം. 2, വചനം അനുസരിക്കണം. ശക്തമായ വചനം. ഞാൻ ഫേസ്ബുക്കില് അനേക ദൈവദാസന്മാർ ഈ സഭയിൽ ശുശ്രൂഷിച്ച കാര്യങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ, എല്ലാമൊന്നുമല്ല, സമയം കിട്ടുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. രാജീവ് ചാന്റെ ക്ലാസ് ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്, ബ്ലസൻ പാസ്റ്ററിന്റെ കേൾക്കാറുണ്ട്, സമയം കിട്ടുമ്പോൾ, അല്ലാതെ സ്ഥിരമല്ല, വല്ലപ്പോഴെങ്കിലും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശക്തമായ വചനം വിളമ്പുന്ന ഒരു സഭയാണ്. പക്ഷെ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചോദിക്കട്ടെ, ഈ കേൾക്കുന്ന വചനം അനുസരിക്കാറുണ്ടോ? ശക്തി നഷ്ടപ്പെടാതിരിക്കാൻ വേർപാട് പാലിക്കണം, വചനം അനുസരിക്കണം. 3, ആലയത്തിലെ വിളക്ക് കെട്ടുപോകരുത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്ന സഭയിലെ ലൈറ്റ് കെടുത്തരുതെന്നല്ല. ദൈവം വസിക്കുന്ന, ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തിനകത്തെ പ്രാർത്ഥനാ ജീവിതം നിന്നു പോകരുത്. 3 കാര്യങ്ങൾ തീരുമാനമെടുക്കണം. നീ വേർപാട് പാലിക്കണം, ദൈവഹിതമില്ലാത്ത സകല പ്രവർത്തികളും വിടണം. 2, ആമേൻ സ്തോത്രം, വചനം അനുസരിച്ചേ പറ്റൂ. സ്തോത്രം. നമ്മള് ലോകത്തുള്ള എത്ര നിയമങ്ങൾ അനുസരിക്കും? ഇന്ന് രാത്രി നരേന്ദ്രമോദി ഒറ്റ പ്രസ്താവന നടത്തിയാൽ നാളെ 6 മണി മുതൽ ലോകം, ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞ ഒരു ഉറപ്പ് പോലും എഴുതി. കാനഡയിലെ പ്രസിഡന്റ് പറയുക നാളെ മുതൽ ഇങ്ങനാന്ന് പറഞ്ഞ ഏത് വമ്പനും അനുസരിച്ചാ പറ്റത്തു. മനുഷ്യന്റെ ഒരു കൽപ്പന ഇത്ര ഭയത്തോടെ നാം അനുസരിക്കുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവും യഹൂദാ ഗോത്രത്തിലെ സിംഹവുമായവൻ പറയുന്ന വചനം അനുസരിക്കണം. അതനുസരിക്കാനുള്ളതാണ്, കൽപ്പന അനുസരിക്കാനുള്ളതാണ്. വേർപാട് പാലിക്കണം, വചനം അനുസരിക്കണം, ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ആലയത്തിലെ വിളക്ക് കെട്ടുപോകരുത്. നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, പ്രാർത്ഥന നിന്നു പോകരുത്. പെനീനയുടെ ദൂഷ്യം, പെനീന ദുഷിക്കുക ഹന്നെ, പക്ഷെ പെനീനോട് ഒരു മറുപടിയും പറഞ്ഞില്ല. നമുക്ക് കൊറോണയോട് ഒരു മറുപടി പറയണ്ട, പ്രതിസന്ധിയോടൊരു മറുപടി പറയണ്ട. ദുഷിക്കാനുള്ളതും തകർക്കാനും മുടിക്കാനും വരുന്ന ശത്രു അവിടെ നിൽക്കട്ടെന്നേ. നമുക്ക് ആലയത്തിൽ പോയിന്ന് പ്രാർത്ഥിക്കാം. പെനീനയുടെ ദുഷിപ്പിന്റെ മുന്നിൽ, നാട്ടുകാരുടെ കളിയാക്കലിന് മുമ്പിൽ, നിന്ദകളുടെ മുമ്പിൽ ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. നിന്നിച്ച് അവസനാക്കി ഇല്ല ഇല്ല എന്ന് നീ പറയുന്നില്ലേ? ശത്രുവേ, നീ ഇല്ല ഇല്ലെന്ന് എത്ര വർഷം പറഞ്ഞാലും എന്നോട് സ്വർഗത്തിലെ തമ്പുരാൻ ഉണ്ട് എന്നാ പറയുന്നത്. ഒരു ദൂത് ഞാൻ കൈമാറുക. അടഞ്ഞു കിടക്കുന്നത് ഈ സഭയ്ക്കകത്ത് തുറക്കാൻ പോവുകയാണ്.
അടഞ്ഞു കിടക്കുന്നു. പിന്മാറ്റത്തിലിരിക്കുന്ന ചിലതിനെ മടക്കി വരുത്താൻ സ്വർഗത്തിലെ തമ്പുരാൻ ആഗ്രഹിക്കുക. ആമേൻ. ഇന്ന് വിവിധ ഭവനങ്ങൾ നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ. ആമേൻ. സാഹചര്യം അങ്ങനെയാണെങ്കിലും ഒരു കാര്യം, ഒരു വ്യക്തമായ ദൂത് പറയാം. ചിലതിനെ ഭവനത്തിനകത്ത് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അതിന് ചില ഹന്നമാര് കരയാൻ തയ്യാറാകണം. ദുഷിപ്പുണ്ട്, ദേശത്ത് മടുപ്പുണ്ട്, തളിർപ്പില്ല. പക്ഷേ ഹന്നയ്ക്ക് അത് വിഷയമല്ല. ഹന്ന സഭയിൽ ചെന്ന് അവളുടെ മനസ്സ് തുറന്നു. എലി പുരോഹിതൻ നോക്കിയിട്ട് പറഞ്ഞു, ഇവക്ക് വട്ടാണ്, ഇവള് ലഹരിയിലാണ്, ഇവളെന്തോ പിറുപിറുക്കുന്നു. എന്റെ ഏലി അച്ഛനെ മനസ്സിലാകത്തില്ലത്. പെനീനെ നിനക്കും മനസ്സിലാകത്തില്ല. എന്നെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന പെനീനെ നിനക്ക് മനസ്സിലാകത്തില്ലെന്നേ. ഞാൻ ലഹരിയിലാവെന്ന് പറഞ്ഞ ഏലിയാം എത്ര പോലത്തേക്ക് മനസ്സിലാകത്തില്ലെന്നേ. അവിടെ ചുണ്ടുകൾ വിതുമ്പി ചുണ്ടുകൾ വിറയലോടെ അവള് ദേവസ്വത്തിൽ പകർന്നു. എനിക്ക് നിനക്കുമില്ലാത്തൊരു ക്വാളിഫിക്കേഷൻ അവക്കുണ്ടായി. സഭയിൽ നിറങ്ങിയപ്പം അവളുടെ മുഖം വാടിയില്ലെന്ന്. കേൾക്കണോ? പെനീന കാണുകെ, കളിയാക്കിയ ഏലി കാണുകെ. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ അവൾ പ്രാർത്ഥിച്ച വിഷയം അവിടെ കയ്യിലിരുന്നു. എന്നതാ? എനിക്കൊരു ആങ്കൊച്ചിനെ വേണം. ധൈര്യത്തോടെ പ്രാർത്ഥിക്കാവോ? ധൈര്യത്തോടെ പ്രാർത്ഥിക്കാവോ? നിന്റെ അപ്പനോട് ധൈര്യമായിട്ട് പറയാം, സ്തോത്രം, എനിക്കൊരു ആങ്കൊച്ചിനെ വേണം അപ്പ. ഇത് ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ അങ്ങ് പോവുക. ഇവിടെ ഏലിയുണ്ട്, അപ്പുറത്ത് പെനീനയുണ്ട്. എന്റെ വിഷയം അതല്ല. എന്റെ മുഖം വാടത്തില്ല. വിഷയം ദൈവസന്നിധിയിൽ കൊടുത്താൽ പിന്നെ വാടരുത്. സമയത്തിന്റെ പൂർത്തീകരണത്തിൽ നിന്നെ കളിയാക്കിയവരും ഒതുക്കിയവരും നിന്ദിച്ചവരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവരും ശരിയാകത്തില്ലെന്ന് പറഞ്ഞവരും നീ ഒരിക്കലും പിടിക്കത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ കാണുകെ നീ പ്രാർത്ഥിച്ച വിഷയം നിന്റെ കരങ്ങളിലിരിക്കും. സഭയോട് ഞാൻ ദൂത് കൈമാറുക. ഉപവാസത്തിന്റെ അവസാന മിനിറ്റുകളെ ഞാൻ ദൂത് കൈമാറുക. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കത്തക്ക നിലയിൽ നിന്റെ കരങ്ങളിലേക്ക് ആ വിഷയം തരാൻ പോകുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ആമീൻ പറഞ്ഞത് റിസീവ് ചെയ്. നിന്റെ പ്രാർത്ഥനാ വിഷയം എനിക്കറിയത്തില്ല, പക്ഷേ ദൈവഹിത പ്രകാരം ഒരു പ്രാർത്ഥനാ വിഷയമാണോ നീ സ്വർഗീയ ഭണ്ഡാരത്തിൽ എത്തിച്ചതെങ്കിൽ അതിന്റെ മറുപടി ഈ ലോകം കാണുക നിന്റെ കരങ്ങളിൽ ഇരിക്കാൻ പോകുക. ഇനി ക്രമം നോക്ക്, കൂറ് നോക്ക്, പാരമ്പര്യതൊക്കെ എന്ത് നോക്കിയാലും ശുശ്രൂഷയില് കയറേണ്ടത് ഏലിയുടെ പിള്ളേരാ. പക്ഷെ ഏലിയുടെ പിള്ളേര് കേറിയില്ല. സമയമില്ലാത്തോണ്ട വചനം പറയാത്തത്. 1 ശമൂവേൽ 3-ാം അധ്യായം 3-ാം വാക്യം 2-ാം അധ്യായം 12-26 വായിച്ചാൽ മതി, മനസ്സിലാവും. ക്രമം നോക്കി കൂറ് നോക്കി എങ്ങനെ നോക്കിയാലും ഏലിയുടെ പിള്ളേര് കയറണം ശുശ്രൂഷയ്ക്ക്. പക്ഷെ കർത്താവ് മാറ്റിവെച്ചു. പാരമ്പര്യം അവിടെ നിൽക്കട്ടെ, കടക്കവിടെ നിൽക്കട്ടെ, പ്രാർത്ഥിച്ച് അവിടെ കൊച്ച് ശുശ്രൂഷയ്ക്ക് കയറി. എത്ര പേര് ആമീൻ പറയും? എത്ര പേര് ഇന്ന് രാത്രി പകൽ ആമീൻ പറയും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതൊക്കെ കേട്ട വചനങ്ങളാ, എനിക്കറിയാം. വലിയ സംഭവം ഒന്നുമല്ല പറയുന്നത്. വെളിപ്പാട് പുസ്തകം തന്നെ ഞാൻ പ്രസംഗിക്കുന്നത്, അതിന് പ്രചരണമൊന്നും അല്ല. പക്ഷെ നിസ്സാരമായി ലാളിത്യത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, ലോകം കാണുക നീ പ്രാർത്ഥിച്ച വിഷയത്തെ ലോകം അറിയത്തക്ക നിലയിൽ ഉയർത്താൻ സ്വർഗത്തിലെ തമ്പുരാൻ തയ്യാറാ. പാരമ്പര്യം അവിടെ നിൽക്കട്ടെ, ഏലി അവിടെ നിൽക്കട്ടെ, പൗരോഹിത്യം അവിടെ നിൽക്കട്ടെ, എന്ത് കൂറും അവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രാർത്ഥിച്ചു വെച്ച ഹന്നയുടെ കൊച്ചുണ്ടല്ലോ ശൗമേല്, അവൻ ശുശ്രൂഷക്കാരനായിട്ട് മാറി. എന്നാ കാര്യം എന്നറിയോ? പ്രാർത്ഥിച്ചവള് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം പ്രാർത്ഥന നിർത്തിയില്ല, തുടർന്നും പ്രാർത്ഥന. അതിന്റെ ഗുണം എന്താ അറിയോ? ശൗമേലിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നു, പെട്ടകത്തിലെ ആലയത്തിലെ വിളക്ക് കടന്നതിന് മുമ്പ് അവൻ പെട്ടകത്തോട് ചേർന്ന് കിടന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ശക്തി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വേർപാട് പാലിക്കണം, സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. 2, നീ വചനം പൂർണ്ണമായി അനുസരിക്കണം, ഭാഗികമല്ല പൂർണ്ണമായി അനുസരിക്കണം. 3, പ്രാർത്ഥന നിന്നു പോകരുത്, ആലയത്തിലെ വിളക്ക് കെട്ടുപോകരുത്. അപ്പോൾ 1-ാമത്തെ പരിശോധന ശിംശോനില്. 2-ാമത്തെ 3-ാമത്തെ കാര്യം ഞാൻ വേഗത്തിൽ പറയാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 കന്യകമാരെ അവിടെ കാണാം. 10 കന്യകമാര്, അല്ലാതെ 5 കന്യകമാരും 5 വിധവമാരൊന്നും അല്ല. ഒന്നിച്ച് ആമിസ്തോത്ര ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, ഒന്നിച്ച് വെള്ളം ധരിച്ച്, ഒന്നിച്ചൂരി, ഒന്നിച്ചു മുങ്ങി, ഒന്നിച്ച് അന്യഭാഷ പറഞ്ഞ്, ഒന്നിച്ച് കറുത്തമേശയെടുത്ത്, ഒന്നിച്ച് കൂടെ ഇരുന്ന 10 എണ്ണം. സ്തോത്രം. ആ 10 എണ്ണത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. കാരണം ഇപ്പൊ ഈ 10 എണ്ണത്തെ കിട്ടാൻ പാടാ. സ്തോത്രം.
6 മാസം കഴിയുമ്പോൾ 10 2 അങ്ങോട്ട് പോകും, പിന്നെ 7 അങ്ങോട്ട് പോകും, പിന്നെ അവിടുന്ന് വേറെ ഏറെ കയറി, മൊത്തം ഗ്രൂപ്പീസാ മൊത്തം. മനസ്സിലായ സ്തോത്രം ചെയ്തു. കേരളത്തിലെ കാര്യം, കാനഡയിലല്ല. ശ്രദ്ധിച്ച്. അപ്പോ സ്തോത്രം, ഞങ്ങളിങ്ങനെ വലയായിട്ട് നടക്കുക. ജനസ്ഥലത്ത് തടാകമൊക്കെ ആയിരുന്നെങ്കിൽ ഒറ്റ വല കയറി ഞാൻ രാജിച്ച. ഇത് ഞങ്ങള് കേരളം മുഴുവൻ വല പിരിച്ചേക്കുക. സ്തോത്രം. ഏതേലും ഒരുത്തരെ എവിടെയെങ്കിലും പൊക്കാൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ദേവദാസന്മാർ ഓടി നടക്കുക. കാരണം കയറി വരണ്ടേ, കയറി വന്നാലല്ലേ സ്തോത്രാച്ചും ദശാംശവും കിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സഭയ്ക്ക് ഒരു ഗുണമുണ്ട്, എന്തോ ആയാലും സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളതൊന്നും വന്ന് കയറല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് സ്തോത്രം. കാരണം ഇങ്ങനെ വന്ന് കയറിയാലും മുടിഞ്ഞു പോണെന്നും പറഞ്ഞ സ്തോത്ര കാഴ്ചക്കകത്തിടുന്നത്. സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഞാൻ ഇടയ്ക്ക് കേരളത്തിലേക്ക് വരും, പിന്നെ കാനഡയിൽ വരും. നിങ്ങൾ അങ്ങ് ക്ഷമിച്ചാൽ മതി കേട്ടോ. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പോ ഇവിടെ 10 എണ്ണം, ഈ 10 എണ്ണത്തെ ശ്രദ്ധിച്ചേ. നിങ്ങൾക്കൊക്കെ അനുഭവം കാണും. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സമയത്ത് നമ്മുടെ കൂടെ സ്നാനപ്പെട്ട ചെല്ലില്ലേ? ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നു ആരും സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ എവിടെ ഈ പ്രസംഗിക്കുന്നത്? സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്തോത്രം. അപ്പൊ ഈ സ്നാനപ്പെട്ട സമയത്ത് എന്തോ ഉണർവായിരുന്നറിയും. അയ്യോ, നോക്കത്തില്ല, കാണത്തില്ല, മിണ്ടത്തില്ല, ഉരിയാടത്തില്ല, തൊടത്തില്ല, എന്തോ ഒരു വിശുദ്ധിയായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ കർത്താവ് അന്നെങ്ങാണം വന്നിരുന്നെങ്കിൽ എല്ലാം രക്ഷപ്പെട്ടു പോയിരുന്നു. കൃപയാൽ അന്ന് വന്നില്ല. സ്തോത്രം. നോക്കിയേ. അപ്പൊ അങ്ങ് നമുക്ക് ആവേശമായിരുന്നു. ആവേശം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട സമയത്ത് പാസ്റ്റർ ഒന്നും വിളിക്കുമൊന്നും വേണം. എന്നാ പാസ്റ്റർ വിളിക്കുന്നതെന്ന്? എത്ര മണിക്കാ ആരാധന? 10 മണിക്ക്. 9 മണിയാകുമ്പോൾ ഗേറ്റിന്റെ വാതിൽക്ക് പോയിരിക്കും. ആവേശം. പാടണം, പ്രാർത്ഥിക്കണം. അയ്യോ, കർത്താവ് വരുന്നു. അയ്യോ, വെള്ളത്തിനകത്തുനിന്ന് മുക്കി അങ്ങോട്ട് പൊക്കിയപ്പോ അല്ലെ ബ്ലസം പാസ്റ്റർ തലയിലോട്ട് കൈവച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടത്തെ പ്രാപിക്കുന്നൊക്കെ കേട്ടോ. പ്രാവ് പോലെ ഇറങ്ങി വന്ന് ആ പുതപ്പൊക്കെ അങ്ങ് പുതച്ചങ്ങോട്ട് മണ്ടക്കോട്ട് കയറി ഡ്രസ്സൊക്കെ മാറി വെള്ള വസ്ത്രം വരച്ചാലല്ലേ ബ്രെഡിന്റെയും വൈൻ്റെയും ഒക്കെ രുചിയൊക്കെ രുചിച്ചപ്പോ എന്നാ അഭിഷേകമായിരുന്നു. പിന്നെ അങ്ങ് തലകുത്തി പറയുകയാണ്, അന്യഭാഷ പറയുവാണ്, എന്തോന്ന് അറിയത്തില്ല. ഇവിടുന്ന് കളിച്ച് അങ്ങ് തെറിച്ച് വീഴുന്നു, താഴെ വീഴുന്നു, ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ ഭയങ്കര കലാപരിപാടികളായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? കൊറോണ കാരണം കലാപരിപാടി നിർത്തിവെച്ചോ? ഇപ്പം വീടിന്റെ വാതിൽക്കെ പോയി വണ്ടി ഇട്ടാലും 9 മണിക്ക് ഗേറ്റ് ചാരി നിന്നവൻ 11 മണിയായാലും വരത്തില്ല. എന്നാ വയ്യ. എന്നാ പ്രശ്നം? പണ്ട് വീടിന്റെ വാതിൽക്കെ നടക്കത്തില്ലായിരുന്നു. ഫസ്റ്റ് പ്രാർത്ഥിക്കണേ. എന്നാ ബ്രദറെ പ്രാർത്ഥിക്കാൻ? അയ്യോ, എനിക്ക് എന്റെ കുടുംബമായിട്ട് സഭയെ വരാൻ ഒരു കാർ മതി. പാസ്റ്റർമാര് കാറിൽ പ്രാർത്ഥിച്ച് 2 കാറ് കൊടുത്തു. സ്തോത്രം. ഇപ്പൊ കാറ് കാരണം സഭയെ വരുന്നില്ല. എന്നാ? പാർക്കിങ്ങിന് സ്ഥലമില്ല. നല്ല കാര്യം. പ്രാർത്ഥിക്കണേ. എന്നാത്തിന് പ്രാർത്ഥിക്കാൻ? എനിക്കൊരു തലമുറ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണേ. പാസ്റ്റർമാർ തലയും കുത്തിയൊന്ന് പ്രാർത്ഥിച്ചു. 21 എടുത്തു, 40 എടുത്തു. അതിന്റെ മണ്ടയ്ക്ക് പ്രമാണമില്ലാത്തതുകൊണ്ട് പോട്ടെ, 41 ഇല്ല 40 ഒക്കെ എടുത്ത് അങ്ങ് പ്രാർത്ഥിച്ച് കൃപയാൽ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. എന്നാ ബ്രദറെ സഭയിലില്ല? കൊച്ചു ഭയങ്കര കരച്ചിലാണ്. പാവം പിടിച്ച ദേവദാസൻ എന്നാ വിചാരിക്കുന്നത്? കൊച്ചുണ്ടാകാതിരിക്കരുത്. 2 വിശ്വാസി സഭയെ വന്നേ. അപ്പൊ ദൈവം ഈ അനുഗ്രഹം കൊടുക്കുമ്പം മറക്ക. ഇതുപോലെ 10 എണ്ണം ഇറങ്ങിയതാ. 10 എണ്ണം ഇറങ്ങിയത്. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ 5 വിധവമാരും 5 കന്യകം, 10 കന്യകമാരെ പെർഫെക്റ്റാ 10. ഇതിലൊക്കെ രസത വായിക്കുമ്പോൾ 10 ഉറങ്ങിപ്പോയെന്നുള്ളതാണ്. സ്തോത്രം. എന്റെയൊക്കെ പ്രസംഗം കേട്ടിയാൽ പലരും ഉറങ്ങിപ്പോ, അത് വേറൊരു കാര്യം. 10 ഉറക്ക. സ്തോത്രം. ഈ 10 ഉറക്ക സമയമായപ്പോ 10 എഴുന്നേറ്റു. അതും സന്തോഷം. 10 എഴുന്നേറ്റു. അവിടം വരെ കൊള്ളാം. പക്ഷേ അകത്ത് കയറണമെങ്കിൽ ലോകത്ത് ജീവിക്കാനുള്ള കത്താനുള്ള വിളക്ക് പോരാ, എണ്ണ പോരാ. അകത്ത് കയറണമെങ്കിൽ എക്സ്ട്രാ എണ്ണ കരുതണം. 5 എണ്ണം ബുദ്ധിയുള്ളവരായി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിച്ചു. 5 എണ്ണം കാപട്യം കാണിച്ചു. സമയമാകുമ്പോ ഞങ്ങൾ പോയി മേടിച്ചോളാം. സ്തോത്രം. എന്നോട് പണ്ടൊരു അപ്പച്ചൻ വന്ന് ചോദിച്ചു, പാസ്റ്ററെ മരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് രക്ഷിക്കപ്പെട്ടാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് രക്ഷിക്കപ്പെട്ടാൽ മതി. അതിനാ 10 മിനിറ്റ്? ഒറ്റ മിനിറ്റ് മുമ്പ് രക്ഷിക്കപ്പെട്ടാന്ന്. അപ്പച്ചന് ഭയങ്കര സന്തോഷം. ഞാൻ ഇതുപോലെ സന്തോഷം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അപ്പച്ചൻ വളരെ ഹാപ്പിയായി. എന്നാ പാസ്റ്റർ എനിക്ക് ഒത്തിരി ഇഷ്ടമായതോ, ഞാൻ വളരെ സന്തോഷമായതോ. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ പോവാന്ന്? പോവാ. ഞാൻ പറഞ്ഞു, 1 മിനിറ്റ്, എനിക്കൊരു കാര്യം അപ്പച്ചനോട് ചോദിക്കാറ്. എന്നാ മോനെ, അപ്പച്ചൻ എപ്പോ മരിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് പോയാൽ മതി എന്നോ. ആദ്യം ഞാൻ പറഞ്ഞപ്പോ സന്തോഷമായില്ലേ, മരിക്കുമ്പോ 1 മിനിറ്റ് മുമ്പ് ഗുണപ്പെട്ടാൽ മതിയെന്ന്. പക്ഷെ അപ്പച്ചൻ എപ്പോ മരിക്കും?
ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. കൃപയാൽ ആ അപ്പത്തിനെ ഞാൻ സ്ഥാനപ്പെടുത്തുകയും ചെയ്തു. ശ്രദ്ധിച്ചേ, നമ്മുടെയൊക്കെ ചിന്ത പിള്ളാരെയും കെട്ടിച്ച് കൊച്ചുമക്കളുമായി വടിയും കുത്തി വീട്ടിൽ ഇരിക്കുമ്പോൾ അന്നാ മുങ്ങിയേക്കാവുന്നാണെങ്കിൽ എൻ്റെ പൊന്നെ, യൗവന കാലത്ത് നീ സൃഷ്ടാവിനെ തിരിച്ചറിയണം. അനുവദിക്കപ്പെട്ട സമയം കഴിയുകയാണ്, എനിക്കറിയാം. 10 ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. പക്ഷേ ഡെയിലി ഒന്ന് പരിശോധിക്കണം. ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല. നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? ആത്മമണാളൻ വരികയാ. നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് ഡെയിലി നീ പരിശോധിക്കണം. ഉറങ്ങിപ്പോകരുത്. ഇനി ഉറങ്ങിപ്പോയാലും സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ വിളിച്ചുണർത്തുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ പ്രാവിനെ പോലെ പറന്നുയരണമെങ്കിൽ ലോകത്തിൽ താൽക്കാലികമായ വെളിച്ചത്തിന് ശേഖരിച്ച എണ്ണ പോരാ. നിത്യതയിലേക്ക് എത്തണമെങ്കിൽ അഭിഷേകത്തിന്റെ എണ്ണ നീ എക്സ്ട്രാ കരുതണം. അതാണ് അഭിഷേകത്തെ പറ്റി ഡെഫിനേഷൻ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. പാപത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അല്ലേ, നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവെന്ന എണ്ണ അനുദിനം വർദ്ധിപ്പിച്ച് 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 നിത്യതയിലേക്കുള്ള സഞ്ചാരം ഉണ്ടാവണം. ഒറ്റ ചോദ്യം ചോദിച്ച ആ വിഷയം വിടാം. 10 വർഷം മുമ്പ് നീ വിളക്കെടുത്തതല്ലേ? ബട്ട് ഇപ്പോൾ നിന്റെ വിളക്കിൽ എണ്ണയില്ല എന്നുള്ളതാണ് സത്യം. സ്തോത്രം. ഇത്ര ക്രൂരമായി പ്രസംഗിക്കുമായിരുന്നെങ്കിൽ എന്റെ പാസ്റ്ററെ നിങ്ങളെ ഞങ്ങൾ വിളിക്കത്തില്ലായിരുന്നല്ലേ പലരും ചിന്തിക്കുന്നത്. വേണ്ട, ആര് പറഞ്ഞു വിളിക്കണോ? പക്ഷേ ഞങ്ങളെയൊക്കെ വിളിച്ചാൽ ഇതേ പറയും. ഞങ്ങൾക്ക് വലയെ മീൻ കറ്റാനും സക്കായി പിടിച്ച് താഴെയൊക്കെ അറിയാൻ മേലാഞ്ഞിട്ടല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. നിങ്ങൾ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കുന്ന പല പരിപാടികളും കാണാം. അങ്ങനെ കൈയടിക്കണം, യൂട്യൂബിൽ കിടക്കുന്ന എന്റെ പ്രസംഗം കേട്ടാൽ മതി. പക്ഷേ അത് കേൾക്കണമെന്നൊന്നുമില്ല. ഇത് കേൾക്കാം. സ്തോത്രം, ഇത് കേൾക്കാം. എണ്ണയുണ്ടോ? പാടാനൊക്കെ എളുപ്പാ. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പാടാനൊക്കെ നമുക്ക് എളുപ്പാ. എന്നാ പാട്ടുകളല്ലേ. അയ്യോ, പാട്ടുകളുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസാ. സ്തോത്രമല്ല. ഞങ്ങളൊക്കെ ഈ കൺവെൻഷനൊക്കെ പലയിടത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില വർഷിപ്പ് ലീഡേഴ്സ്, ഞാൻ ഇവിടുത്തെ വർഷിപ്പ് ലീഡേഴ്സ് അല്ല, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരും കർത്താവിന് സ്തോത്രം. ശരിക്കും ഒരു ആത്മാവിലാ പാടുന്നത്, അല്ലാതെ ഷോയല്ല. ചെറുതിങ്ങോട്ട് കയറി വന്ന് ഈ കൃതാവൊക്കെ ഇറക്കി ഇങ്ങനെ ഈ ചുണ്ട് വരെ കൊണ്ടുവച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചിട്ട് പിന്നെ ഇവിടെ മാത്രമേ കാണത്തുള്ളൂ ചിലവ് ശകലം. കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇവിടൊക്കെ ആരുണ്ട് പട്ടിയോ പൂച്ചയോ ഒക്കെ കടിച്ച പോലെ ഇരിക്കുന്ന എന്തായാലും പാട്ട് എനിക്ക് അതിൻ്റെ അകത്ത് വിഷയം, അത് വ്യക്തിപരമായ കാരണം. പക്ഷെ ഇവനങ്ങോട്ട് കയറി എന്ന് പാടുന്ന പാട്ട് കേൾക്കുമ്പോ എന്റെ തള്ളവറലെന്ന് അങ്ങ് പെരുപ്പ് തുടങ്ങും. ഇവരെന്നാ പാടുന്നത്? നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. ഇവന്റെ ശേഷം വേണം ഞാൻ പ്രസംഗിക്കാം. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് പറയും, ദൈവം ഒന്നേ നിന്റെ രൂപം കൊടുക്കും, അല്ലെങ്കിൽ ഇവന്റെ രൂപം എടുത്ത് അങ്ങ് മാറ്റും. അല്ല എന്നാ പറയാൻ. സ്തോത്രം. ഞാന് പ്രസംഗിക്കുന്നിടയ്ക്ക് വർഷിപ്പ് ലീഡേഴ്സ് എന്ന് നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ല താടിയും മീശ ഉള്ളവരാ, കൃപയാൽ സന്തോഷം. ഞാൻ അവരെ കാണാതാ ഇത് പറഞ്ഞു. ദൈവം അറിയാതെങ്ങാണ് ഇവിടെ ഇരുന്നെങ്കിൽ പണി കിട്ടത്തില്ല എനിക്ക്. പണി കിട്ടിയാലും കുഴപ്പമില്ല, അവൻ അതങ്ങ് പഠിച്ചോളും. സ്തോത്രം. ശ്രദ്ധിച്ചേ, സ്തോത്രം. അപ്പോ ഇതൊക്കെ ഈ പാട്ടിന്റെ ഒക്കെ വിഷയങ്ങളാ. ഒത്തിരി സമയം കഴിഞ്ഞെങ്കിലും കുറെ കാര്യം ഒരു 10 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. ഒരു 10 മിനിറ്റ് കൂടെ പാസ്റ്ററെ. ഓക്കെ, സ്തോത്രം. ഓക്കെ, 3 പ്രാവശ്യം പാസ്റ്റർ ഇങ്ങനെ കൈ കാണിച്ചത്, അത് 15 മിനിറ്റ്. ഓക്കെ, ശ്രദ്ധിച്ചേ. ശ്രദ്ധിച്ചേ. ഇവിടെ ഈ പാട്ടൊക്കെ നമ്മൾ ഈ പാടുന്നതേ നമ്മൾ സൂക്ഷിക്കണം. സിനിമാ പാട്ട് പാടുന്നതല്ല. നമ്മൾ ഈ പാടുന്ന പാട്ടുകളൊക്കെ വചനമാണെന്ന് ഓർത്തോണം. അനുഭവത്തിനെ പാടാവും. നമ്മൾ പാടുന്നൊരു പാട്ടാണ്, സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സത്യമാണ് ഈ പാടുന്നത്. ഇട്ടുമൂടാനുള്ള സങ്കടങ്ങൾ മുഴുവനാണ്. എന്നിട്ടും പാടുക, സങ്കടങ്ങൾ മുഴുവൻ തീർന്നു പോയി. എന്നെ കള്ളത്തിലാ ബന്ധുക്കുസാരാ നിങ്ങൾ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയെന്ന് അഭിഷേകനെ ഞങ്ങൾ പാടുന്നതിന് വലിയ സത്യമുണ്ട്. സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല, ഒരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ഈ സങ്കടത്തിനോട് ഞങ്ങൾക്ക് ജയം തരുമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത്, സങ്കടങ്ങൾ സകലവും തീർന്നു പോയെന്ന്. ഹല്ലേലൂയ. കാനഡയില് ചർച്ചില് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ രാജു? കൈ ഒന്ന് കാണിച്ചാൽ 7 ദിവസം അല്ലേ? 7 ദിവസം. അവസാന ദിവസം
5, 6, 7 ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ ശക്തന്മാരായ ദേവദാസന്മാർ പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കള്ളത്തിലൊക്കെ പറഞ്ഞ് എന്റെ പേരൊക്കെ പറഞ്ഞ് ആൾക്കാരെ പ്രലോഭിപ്പിച്ച് ഇങ്ങനെ ബ്ലസം പാസ്റ്റർ പറഞ്ഞു, തോമസ് മാവലിക്കർ പ്രസംഗിക്കുന്നു, മാത്യു സാർ പ്രസംഗിക്കുന്നു, അങ്ങനെയൊക്കെ പല ദേവദാസന്മാരുടെ പേരൊക്കെ പറഞ്ഞു, വലിയ വലിയ ദേവദാസന്മാരുടെ പേരൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ കാനഡ നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ ഏതാണ്ടൊരു സ്ഥലത്തൊക്കെ, ഞാൻ അവിടെ വന്നിട്ടില്ല, മിശ്രമല്ല, നിങ്ങൾ ഇനി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ലെന്നും മനസ്സിലായി. അപ്പം അവിടെ വന്നാലില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ശ്രദ്ധിച്ചേ. അപ്പം നിങ്ങളുടെ ആ ഏരിയയില് അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം, അല്ല മോൾ എന്ന് പറയാം, അവിടെ മോളിലാണെങ്കിൽ ഭയങ്കര. അപ്പം ഇന്നിപ്പം അവിടെ ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്നവിടെ? ഇന്ന് ഞായറാഴ്ച രാവിലെ 11:30. കുഴപ്പമില്ല, അപ്പം മതി, രാവിലെ മതി, അതാ നല്ലത്. അപ്പം ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസമായി വെള്ളി, ശനി, ഞായർ. അപ്പൊ ശക്തന്മാരായ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നു, വേറെ ലെവലാന്നൊക്കെ വലിയ ബ്ലസം പാസ്റ്റർ ഭയങ്കരമായിട്ട് അനൗൺസ് ചെയ്തു. സത്യം പറഞ്ഞേ, നമുക്ക് അസൂയ നോക്കിക്കാം, ഞാൻ ഇച്ചിരി ശക്തനാന്ന് പറഞ്ഞപ്പോ. പോട്ടെ. അപ്പൊ ഇങ്ങനെ അപ്പം ഈ 3 ദിവസം ഈ തൊട്ടടുത്ത മാളിൽ ഭയങ്കര പ്രൊമോഷൻ, ഭയങ്കര സെയിൽ എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ സാധനം മേടിച്ച രൂപ എന്നങ്ങ് പറയുക, നിങ്ങൾ എങ്ങനെയോ ആക്കിയോ, യൂറോയോ കാനഡയോ ഡോളറോ ഒക്കെ എന്തും അയക്കും. അപ്പം 1000 രൂപയുടെ സാധനം മേടിച്ച 2000 രൂപയുടെ സാധനം ഫ്രീ എന്നൊരു ഓഫർ വന്നെന്നിരിക്കട്ടെ. ആരും പോകല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല. അപ്പം അങ്ങനൊരു ഓഫർ ഇരിക്കുന്നിരിക്കട്ടെ. ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ച ഒറ്റ ഒരുത്തനെ സഭയെ കാണുന്നത്. ഈ അളിഞ്ഞതും പുളിഞ്ഞതും വെളിച്ചതും തക്കാളി സവാളയും കിഴങ്ങും മേടിക്കാൻ പോയി നിൽക്കുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാഷ പറഞ്ഞ സോസേജും ബർഗറും ബ്രോയിലർ ചിക്കനും അല്ലെങ്കിൽ ലെറ്റൂസും അങ്ങനെയൊക്കെയുള്ള സാധനം, മയോണൈസും ഹമ്മൂസും ഒക്കെ മേടിക്കാൻ പോയി നിൽക്കുന്ന. അപ്പൊ എല്ലാവരും അവിടെ പോയിരിക്കും, ഒന്നുമില്ല. വെള്ളിയാഴ്ച ആരുമില്ല, ശനിയാഴ്ച ബ്ലസം പാസ്റ്റർ ആകെ കഷ്ടപ്പെട്ടു. ദൈവം ഇത്രയും ദേവദാസന്മാരെ വിളിച്ചിട്ട് ഒരുത്തം പോലും ഇല്ലല്ലോ, എന്തോ കാര്യം നടത്തില്ല. ബ്ലസം പാസ്റ്റർ ആകെ സങ്കടമായി. എന്താ വിഷയം, എന്നാ പ്രശ്നം? സഭയ്ക്കകത്തല്ല പ്രശ്നമാണോ? സഭയ്ക്കകത്ത് പ്രശ്നമൊന്നുമല്ല, ഓഫർ അപ്പുറത്തെ ശത്രുവാൻ ഓഫർ ഇട്ടിരിക്കുക, വളിച്ചതും പൊളിച്ചതും പോകാൻ നിൽക്കുക. എന്നിട്ടാണ് ഞായറാഴ്ച എല്ലാം വരും, വെള്ളം ഇട്ടാ വരുന്ന വരവ് കണ്ട അയ്യോ, മാലാഖമാര് തോറ്റുപോകും, ദൂതന്മാര് തോറ്റുപോകും. എന്നാ സ്തോത്ര ഹല്ലേലൂയ. എന്തായാലും ആട്ടെ, വന്നു കഴിഞ്ഞ ഒറ്റ പാട്ടങ്ങ് പാട്. ലോകമെനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. എവിടെ 2 ദിവസം ക്യൂ നിൽക്കുകയായിരുന്നു, എവിടെ? വാൾമാർട്ടില്, ഹല്ലേലൂയ, മാളില് ക്യൂ നിൽക്കുകയായിരുന്നു. ഇവനാ പാടുന്നത് ലോകം എനിക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, താളത്തിനും മേളത്തിനും അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കി പാട്ടുകൾ നമ്മൾ പാടണം. ലോകം എനിക്ക് വേണ്ട, ദൈവത്തിന് പുറകെ പോകാൻ. അപ്പോൾ ഇവിടെ വിളക്കെടുത്താ പോരാ, താൽക്കാലികമായ എണ്ണ പോരാ, എക്സ്ട്രാ അഭിഷേകം കരുതണം. നിത്യതയെ പോണെങ്കിൽ എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ സ്തോത്രം, സ്വയം പരിശോധന നടത്താത്ത ഒരു സഹോദരനേക്കാ, സ്തോത്രമല്ലേ, മുടിയം പുത്രനല്ലേ ഞാൻ പറഞ്ഞേ, മുടിയം പുത്രന്റെ സഹോദരന്റെ കാര്യമാണ് പറഞ്ഞത്. സ്വയം പരിശോധന നടത്താതെ നഷ്ടപ്പെട്ടു പോയത്. മുടിയം പുത്രനാണ് ക്രൂരനെങ്കിലും അവൻ മടങ്ങി വന്ന് അഭയം പ്രാപിച്ചു. എന്നാൽ അകത്ത് കിടന്നവൻ, അതാ വിഷയം. പുറത്തുള്ളവനേക്കാ വിഷയം അകത്തുള്ളവൻ. അവൻ അപ്പന്റെ വീട്ടിൽ നിന്നും പോയില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഞൊളപ്പം പുഴു എന്നൊക്കെ പറഞ്ഞു അതുമില്ല, ഇങ്ങനെ ഞൊളച്ചോണ്ടിരിക്കും, അകത്ത് തന്നെ ഞൊളച്ചോണ്ടിരിക്കും. പുറത്തുള്ളവൻ മടങ്ങി വന്നാൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ സ്വയം പരിശോധന നടത്താത്ത മൂത്ത സഹോദരൻ. അവസാനമായി ഈ സഭയോടൊരു ദൂത് ഞാൻ കൈമാറി നിർത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം, എല്ലാവരും ഒന്ന് എടുത്തേ, സഭ മുഴുവൻ ഒന്ന് എടുത്തേ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം, അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. 5 മിനിറ്റോടെ ഞാൻ നിർത്താം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 3 മുതൽ. അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത്. സ്തോത്രം. നോക്ക, അനന്യാസും സഫീരെ വളരെ സുപരിചിതമാണ്. ഇവരെന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്യില്ല. നമ്മുടെ നോട്ടത്തിൽ പ്രമാണം അനുസരിച്ച് കിട്ടുന്നതിൽ 10% ദശാംശമായിട്ട് കൊടുക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി വിഷമമുള്ളൊരു കാര്യമെങ്കിലും ഞാൻ പറയാം. ഈ 10% എന്നുള്ളത് പഴയ നിയമത്തിന്റെ കണക്കാണ്. പുതിയ നിയമത്തിൽ 10% അല്ല. പുതിയ നിയമത്തിൽ ഓഹരി. എല്ലാവരുടെയും മുഖം വാടി, ഉപവാസവും നശിച്ച്, എല്ലാം പ്രശ്നം. ഓഹരി കൊടുക്കണം, ഓഹരി. സ്തോത്രം. എന്ന് പറഞ്ഞാ കിട്ടുന്നത്, വീട്ടിൽ 3 പേരെ ഉള്ളെങ്കിൽ കിട്ടുന്നത് 4 ആയിട്ട് പങ്കുവെക്കണം.
എനിക്കൊന്ന്, ഭാര്യയ്ക്കൊന്ന്, മോനൊന്ന്, കർത്താവിനൊന്ന്. നമ്മളിപ്പോ 1000 കിട്ടിയാൽ 100 അല്ലയോ കൊടുക്കുന്നത്? ആര് കൊടുക്കുന്നു? എവിടെ കൊടുക്കുന്നു? സ്തോത്രം. അതൊക്കെ കർത്താവ് ചോദിച്ചോളൂ. അത് കുഴപ്പമില്ല. നിങ്ങളുടെ താവേ നിങ്ങൾ ദേവദാസന് ദശാംശം ഓത്രാഴ്ച കൊടുത്തില്ല, വലിയ പ്രശ്നമാകും. പുള്ളിക്ക് ജോലി കാണുമായിരിക്കും, പുള്ളിക്ക് കോടികളുടെ ആസ്തി ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ നിന്റെ കടമ അതിൻ്റെ അകത്ത് കൊണ്ട് ഇടുക എന്നുള്ള. പുള്ളിക്ക് ഞങ്ങൾ കൊടുത്തിട്ട് എന്നാത്തിനാ? പുള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ നിനക്ക് എന്നാ വേണം? നീ കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുക്കണം. സ്തോത്രം. ഹോട്ടലിൽ കയറി ഇന്നലെ മിനിഞ്ഞാന്ന് വെച്ച ബിരിയാണിയും കഴിച്ചിട്ട് വിളമ്പി തന്ന് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനാന്ന് പറഞ്ഞ് വിളമ്പി തന്നവന് കൊടുക്കും $50. സ്തോത്രാഴ്ച സഞ്ചിക്കകത്ത് കീറി $5 ആർക്ക് വേണം നിന്റെ $5? കർത്താവ് പേടിച്ച് കേട്ട് സൂക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് പൈസ തരാൻ വേണ്ടിയല്ല പറഞ്ഞു, നീ കർത്താവിന് വേണ്ടി കൊടുക്കണം. അത് നിന്റെ ആലയത്തിൽ കൊണ്ടുവരണം. ഇതാ വിഷയം. എവിടെയൊക്കെയോ ഞാനിത് കർത്താവിനോട് 10 പ്രാവശ്യം ചോദിച്ചു, ഇത് ഞാൻ പറയണോ? എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഇത് പറഞ്ഞില്ലേ പ്രസംഗിക്കണ്ട. ഈ കാനഡയിലുള്ള ചർച്ചിനോടൊക്കെ ഇതൊക്കെ എന്നാ പറയാൻ? അങ്ങനെയൊക്കെ ഉള്ളവരുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. അവസാനം എന്റെ കഞ്ഞൂടി മുട്ടയ്ക്കാനൊന്നും കർത്താവിന്റെ പദ്ധതി തോന്നി. എന്റെ കഞ്ഞൂടി മുട്ടിയാലും കുഴപ്പമില്ല, നിങ്ങൾ അങ്ങ് നിത്യത വന്നാവും. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവിടെ അനന്യാസും സഫീറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കപ്പിൾസാണ്. പല വീട്ടിലും ഭാര്യ അറിയാതെ ഭർത്താവ് പലർക്കും കൊടുക്കുന്നു. പണത്തിന്റെ കാര്യമാണ് പറഞ്ഞു. ഭർത്താവ് അറിയാതെ ഭാര്യ പലർക്കും കൊടുക്കുന്നത് സാഹചര്യം കൊണ്ടാണ്. ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല. പക്ഷെ ഇവര് രണ്ടുപേരുടെ പോയി നിലം വിറ്റിട്ട് ന്യായമായും അവര് അഭിഷിക്തന്മാരുടെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. ഒരൊറ്റ ചോദ്യം അഭിഷിക്തൻ ചോദിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച്. അപ്പൊ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയ. അപ്പോൾ ദശാംശം കൊടുക്കാതിരുന്നാൽ അത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുക എന്നാ വചനം പറഞ്ഞല്ലേ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയത്തിൽ. സ്തോത്രം. എസ്കർഷന് പോവല്ലേ മോനെ? ആന്നു, എന്നാ ഇരിക്കട്ടെ, 500 രൂപ. എന്തേലും കണ്ണിന് കൗതുകമായുള്ളത് മേടിക്കാവല്ലോ. ഊതുമ്പം വീർക്കുന്ന ബലൂണോ, ഊതുമ്പോ അമ്മാവാന്ന് പറയുന്ന ബലൂണോ ഒക്കെ നീ മേടിക്കുന്ന പറഞ്ഞ 500 കൊടുത്തു വിടും. സ്തോത്രം. പള്ളി പോന്ന കൊച്ചിന് 10 രൂപ കൊടുത്തു വിടും. കൊണ്ടുവന്നാ വെട്ടേക്കാൻ, കൊണ്ടുവന്നില്ലെങ്കിൽ മടക്കി പോക്കറ്റിൽ വെച്ചോളാൻ. ഹലോ, എല്ലാരും പോയോ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. അനന്യാസോട് ചോദിച്ചു. അവിടെ പറയുകയാണ്, അത് വിൽക്കും മുമ്പ് നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷം നിന്റെ കൈവശമല്ലാഞ്ഞോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചു എന്ന് പറയുന്നു. സ്തോത്രം. വലിയ പ്രതീക്ഷയോടെ നിലം വിറ്റ് കുറച്ച് സാധനം ബാക്കി ഫിക്സർ ഇട്ടിട്ട് കുറച്ച് പൈസയായിട്ട് പത്രോസിനെ സൂചിപ്പിക്കാൻ വന്നതാ. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇത്രയുള്ളോ? പുള്ളി പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒറ്റ മറുപടി, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിക്കരുത്, ദൈവത്തെ മറന്ന് പ്രവൃത്തി ചെയ്യരുത്, അത്രേ പറഞ്ഞുള്ളൂ. ആ സ്പോട്ടിൽ അനന്യാസ് സൈലന്റ് അറ്റാക്ക് വന്നതുപോലെ മരിച്ചു വീണു. എന്നാ വിഷയം? പാട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അന്യഭാഷ ഉണ്ടായിരുന്നു. കൃപ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂള് ചർച്ചിൽ സ്ഥിരം വരുമായിരുന്നു. പക്ഷെ നിത്യത നഷ്ടപ്പെട്ടത് 1 ദശാംശം. ഇതൊന്നും അറിയാതെ 3 മണിക്കൂർ കഴിഞ്ഞപ്പം സഫീറ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം അല്ലേ? ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്ത് വന്ന് പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വെച്ചതെന്ന് ചോദിച്ചു. ഈ കാലഘട്ടത്തിൽ ഭാര്യമാർക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റി സമ്മതിച്ചേ പരത്തുള്ള സഫീറയാണ്. പുള്ളി മരിച്ചത്, അനന്യാസ് മരിച്ചെന്ന് പോലും പറഞ്ഞില്ല. എന്നാൽ ഇവര് തമ്മിൽ വീട്ടിൽ ഒത്തത്. കാരണം ഈ കാലഘട്ടത്തില് സഫീരമാരെ ഒത്തിരി സൂക്ഷിക്കണം. കാരണം സകല ഭർത്താക്കന്മാരുടെ രഹസ്യം ചെന്നങ്ങ് പറയുമെന്ന് ദൈവദാസന്മാരോട്. അങ്ങേര് ശരിയല്ലെന്ന്, അങ്ങേര് അങ്ങനാന്ന്, ഇങ്ങനാന്ന്, അങ്ങേര് 2 അടിക്കുമെന്ന്, അങ്ങേരുടെ കാര്യം പോക്കാന്ന്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. എന്റെ സഫീരെ, നീയാ കുഴപ്പം, അങ്ങേരല്ല. നിന്റെ വീട്ടിൽ ഈ പാസ്റ്ററോട് നീ ഗുണോ പറയുന്നതിന് പകരം കെട്ടിയോനെ വിളിച്ചിരുത്തി സ്നേഹത്തോടെ സന്തോഷത്തോടെ തോളലൊക്കെ കൈകിട്ട് അച്ചാച്ച ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട്, അച്ചാച്ച മതി അച്ചാച്ച, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അച്ചാന്ന് പറഞ്ഞ ഈ പ്രശ്നം അങ്ങ് തീർന്നേ. സമ്മതിക്കത്തില്ല. ഞങ്ങളത് ആഗോള തരത്തിൽ കൊണ്ടുപോലെ ഞങ്ങൾ ഈ സഫീർമാർക്ക് ഒരു സ്തോത്രം മടങ്ങി വരാം. ശ്രദ്ധിച്ചേ,
സഫീറയോട് ചോദിച്ചു, ഇത്ര ഉള്ളായിരുന്നു? സഫീറ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു, അനന്യാസിനോട് വിശ്വസ്തത കാണിച്ചു. സഫീറ പറയുക, സ്തോത്രം, അതെ ഇത്രയ്ക്ക് തന്നെ എന്ന് അവള് പറഞ്ഞു. സ്തോത്രം. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്തിന്? ഉപവാസത്തിന്റെ അവസാന മിനിറ്റാ കുഞ്ഞെ. സ്തോത്രം. അനന്യാസിനോട് ചോദ്യം ഒന്നും ചോദിച്ചില്ല. നീ പരിശുദ്ധമാവുള്ള വ്യാജം കളിച്ചത് അന്നേരം അവന്റെ ജീവൻ കളഞ്ഞു. പക്ഷെ സഫീറയ്ക്ക് ഒരു ചാൻസ് കൊടുത്തു. ഇത്രയ്ക്ക് ഉള്ളായിരുന്നു കുഞ്ഞെ, അപ്പോഴെങ്കിലും ഒന്ന് മടങ്ങി വരായിരുന്നു, ഒന്ന് പരിശോധിക്കാമായിരുന്നു. തെറ്റ് ചെയ്തു പോയി, ഞാനും പ്രിയപ്പെട്ടവരും തെറ്റ് ചെയ്തു പോയി, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊന്ന് ഏറ്റു പറയാതെ അനന്യാസിനോട് ചേർന്ന് ദൈവത്തെ മറന്ന് അവൾ പറഞ്ഞു, ഇത്ര തന്നെ എന്ന്. വചനം പറയുന്നു, നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടുള്ള കാൽവാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്റെ ചോദ്യം, നിലം വിറ്റ് സൂക്ഷിച്ചു വെച്ച ആ സമ്പാദ്യം എവിടെ പോയി? അർഹതയില്ലാതെ സൂക്ഷിച്ചു വെച്ച സമ്പാദ്യം എവിടെ പോയി? നമുക്കിത് അവസാനിപ്പിക്കാം. ഈ ശുശ്രൂഷ ഇന്നിവിടെ ഈ ചില മിനിറ്റുകൾ തീരട്ടെ. അനന്യ, സഫീറ, both are perfect in their life. Both live together. Both are in same thoughts. ഒരു പെർഫെക്റ്റ് ജീവിതം നയിച്ചവരാ, ഒന്നും കുറ്റം കണ്ടുപിടിക്കാനില്ല. സഭയിലെ ആദ്യത്തെ മെമ്പർഷിപ്പാ, എല്ലാം കൊണ്ടും തികഞ്ഞവരാ. അവരൊന്നിച്ച് ജീവിച്ചവരാ, അവരൊന്നിച്ച് ചിന്തിച്ചവരാ. എന്തിന്? ശവസംസ്കാര ശുശ്രൂഷ പോലും തൊട്ടടുത്തടുത്താ കുഴിച്ചിട്ടത്. വായിക്കുമ്പോ അറിയാം, ഭർത്താവിന്റെ കൂടെ അടുത്ത് തന്നെ ഭാര്യയും കുഴിച്ചിട്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവാം, ജീവിതത്തിൽ 100% പെർഫെക്റ്റ് ആയിരിക്കാം, ഒന്നിച്ച് ജീവിച്ചവരായിരിക്കാം, ഒന്നിച്ച് ഒരുപോലെ ചിന്തിച്ചവരായിരിക്കാം, പരസ്പരം വിശ്വസ്തയോടെ നിന്നവരായിരിക്കാം. നല്ല ശവസംസ്കാര ശുശ്രൂഷ കിട്ടും. പക്ഷേ ടൈത്തിന്റെ പേരിൽ നിത്യത പോയി, ദശാംശത്തിന്റെ പേരിൽ നിത്യത പോയി. കാരണം sin against the Holy Spirit. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ഇന്ന് പകലിൽ ഉപവാസത്തിന്റെ ഈ അവസാന നിമിഷങ്ങളിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവേ, അങ്ങനെ ശോധന ചെയ്തൊന്ന് അറിയണം, അങ്ങനെ പരിശോധിച്ചിട്ട് നിലവുകളെ ഒന്ന് അറിയണം. ശിംശോൻ തകർന്നു പോയതുപോലെ ഞങ്ങൾ തകർന്നു പോകരുത്. അടിയൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അടിയന്റെ കുറവുകൾ നീ ഓർക്കുക. അങ്ങക്ക് ഹിതമില്ലാത്ത എന്തെങ്കിലും വാക്കുകൾ ഞാൻ ഉച്ചരിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അപ്പാ, ഞങ്ങളുടെ ശക്തിയിൽ ഞങ്ങൾ ബലം പ്രാപിച്ച് എന്തൊക്കെയോ ആണെന്നുള്ള പാപത്തിൽ ജീവിച്ചെന്നാൽ ശിംശോൻ വീണതുപോലെ വീഴുവാനിടയാകരുത്. ഒന്ന് പരിശോധിക്കുക, ഞങ്ങളെ സഹായിക്കും. വർഷങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾക്ക് പറയുവാനുണ്ട്. 20, 30, 40 വർഷം മുമ്പ് ഞങ്ങൾ വിളക്കിൽ എണ്ണയെടുത്തവരാ. പക്ഷെ പ്രിയന്റെ വരവിൽ എണ്ണയ്ക്കായി ഓടുന്നവരല്ല, എണ്ണയുള്ളവരായി അകത്തു കയറുവാൻ സഹായിക്കും. ഞങ്ങൾ അകത്തുള്ളവർ അപ്പനെ വിട്ടെങ്ങും പോയവരല്ല. മുടിയും പുത്രം മടങ്ങി വന്നെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ അകത്തിൽ ജീവിച്ച സഹോദരൻ തകർന്നു പോയത് ഞങ്ങൾ ഇന്ന് കേട്ടു. അവസാനമായി ദൈവത്തിന് കൊടുക്കാനുള്ളത് മനസ്സോടെ കൊടുക്കുവാൻ, അത് പണം മാത്രമല്ല, ദേഹിയാത്മാവിനെ പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ആൾമാറിയവനെ പോലെ, ആൾമാറിയവളെ പോലെ അനുദിന ജീവിതത്തിൽ ഡെയിലി ഞങ്ങളെ തന്നെ പരിശോധിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ബ്ലസ്സൻ പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് സഹായിക്കണം. കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ അത് പൂർത്തീകരണത്തിലെത്തട്ട് കർത്താവ്. രാജുച്ചാനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഷൈനിമാമയുടെ പിതാവിനായി, അടിയങ്ങളുടെ മാത്യു സാറിനായി പ്രാർത്ഥിക്കുന്നു. ചില ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നു. പ്രിയ പിതാവിനെ ഇന്ന് രാത്രിയിൽ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സഭയിലെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ വ്യക്തമായി പറയുന്നു, നിന്റെ വിഷയത്തിന് മറുപടി കിട്ടണോ, പൂർണ്ണമായി നീ മടങ്ങി വാ. ഈ സഭയിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ആമീൻ. ലോകത്തിൽ ഒരു സഭയിലും ചെയ്യാത്ത തരത്തിൽ, ആമീൻ, മരിച്ചു എന്ന് വിധിയെഴുതുന്നതിനെ പോലും തിരിച്ചു കൊണ്ടുവരത്തക്ക നിലയിൽ ഒരു ഉയർപ്പിന്റെ ശുശ്രൂഷ നടക്കുന്ന ഒരു സഭയായി ദൈവം ഈ സഭയെ കാണുന്നു.
തലമുറകളെ ദൈവം നൽകി മാനിക്കാൻ പോകുകയാണ്. ആമേൻ. മാരകരമായ രോഗങ്ങൾ ഈ സഭയിൽ നിന്ന് മാറിപ്പോകുകയാണ്. ചില തലമുറകൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. ചില യൂത്ത് അടുത്തൊരു തലത്തിലേക്ക് ഏലിയാവിൽ നിന്ന് ഏലീശ പ്രാപിച്ചതുപോലെ ഇരട്ടി അഭിഷേകത്തോടെ ചില യൂത്ത് ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ വിഷയങ്ങളാൽ. ആമിസ്തുതമല്ലേ, മുമ്പോട്ട് ഭാവി ഓർത്ത് കരയുന്ന മാതാവേ, നിന്റെ കണ്ണുനീരിനെ സ്വർഗം ഇന്ന് മാനിക്കാൻ പോവുകയാണ്. പുതുവർഷത്തിലേക്ക് കടന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. അടഞ്ഞു കിടക്കുന്ന ഗർഭപാത്രം ദൈവം തുറക്കാൻ പോകുകയാണ്. ആമിസ്തോത്രം, വലിയ അത്ഭുതങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. സ്വർഗം അങ്ങനെ ചെയ്യും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. ഇത് ഭോഷ്കല്ല, ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ഈ സഭ ഉപവാസത്തിൽ ചില ജയം നേടാൻ പോകുകയാണ്. ചില പരാജയത്തെ വിജയമാക്കാൻ പോകുകയാണ്. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് പരാജയപ്പെട്ട ഗനസരാത്ത് തടാകത്തിൽ എവിടെ പരാജയപ്പെട്ടു അവിടെ തന്നെ പ്രഭാതത്തിൽ വിജയം നൽകി മാനിച്ചതുപോലെ ആമേൻ സ്തോത്രം, ഇതുവരെ പരാജയപ്പെട്ട ചില മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ചില കുടുംബ ജീവിതങ്ങളിലുള്ള പ്രശ്നങ്ങളെ സ്വർഗം ഇന്ന് രാത്രി പരിഹരിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് പരിശോധിച്ചുകൊണ്ട്, ഉപവാസം തീർന്നാലും തുടർന്നും എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും, എല്ലാ നിമിഷവും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പരിശോധിച്ച് ആത്മാവിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അതിനെ തീരുമാനമെടുക്കുന്നപ്പ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്തു. എല്ലാ മേഖലകളിലും പ്രിയപ്പെട്ട അനുഗ്രഹ വിഷയമായി തരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഈ വചനങ്ങളാൽ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. അവസരം തന്ന കർത്തദാസനോടും പ്രിയ രാജീവ് ചാൻ കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ കഴിഞ്ഞ ചില മണിക്കൂറുകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് സഹായിക്കട്ടെ. God bless you all. Thank you. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യനൂറ്റാണ്ടിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടത്തിയിടുവാൻ. ആദ്യനൂറ്റാണ്ടിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടത്തിയിടുവാൻ. ആദിയിലെന്നപോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്നപോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഓ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാധാന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാധാന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു നിന്മേല ചെയ്യുവാൻ അഭിഷേകം ചെയ്യണമേ. ധീരതയോടു നിന്മേല ചെയ്യുവാൻ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ഓ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുടങ്ങിടുവാൻ. മഴയെ വീണ്ടും അയക്കണമേ,
കർത്താവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ